നമ്മുടെ MLA ഏകദേശം ഉടൻ തന്നെ എത്തുമെന്ന് പറയുന്നു. വേറൊരു മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റിനകം എത്തുമെന്ന് പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന മാന്യ വ്യക്തികളെ, നമ്മൾ ഈ ഒരു സൗഹൃദ സംഭാഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സിലെ ആളുകളുണ്ട്, പല സംഘടനകളിലെ ആളുകൾ, റെപ്രസെൻറ്റേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം അവരുടേതായ സെക്ടറിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ സ്വപ്നങ്ങൾ കാണും. അതുകൂടാതെ കോട്ടയത്തിൻ്റെ മൊത്തമായ പുരോഗമനത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണും. ഇത് പരസ്പരം പങ്കുവെക്കുകയും ജയിച്ചു വരുന്ന MLAയ്ക്ക് അതൊരു പ്രചോദനമാകുകയും അവരുടെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു തികച്ചും സൗഹൃദപരമായ ഒരു വേദിയായിട്ട് ആണ് ഇതിനെ കാണുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ, സെൻട്രൽ ട്രാവൻകൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻറ്റും ഈ പ്രോഗ്രാമിൻ്റെ ശില്പിയുമായ ബഹുമാന്യനായ മുളമൂട്ടിലച്ഛനെ ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താവും നമ്മുടെ നിയുക്ത സ്ഥാനാർത്ഥിയും ബഹുമാന്യനുമായ ശ്രീ അഡ്വക്കേറ്റ് K. അനിൽകുമാർ സാറിനെ വളരെ ഹാർദവമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തിരുവഞ്ചൂർ സാർ എത്തിയിട്ടില്ല. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ വളരെ പരമോന്നതനായ നേതാവും നമ്മുടെ MLAയും ആയ അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹത്തെയും വളരെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. BJPയുടെ NDAയുടെ കാൻഡിഡേറ്റ് ഒരു അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഒരു ഹരികുമാർ ഇവിടുത്തെ കൗൺസിലർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മെമ്പർമാരും ഭാരവാഹികളും വളരെയധികം ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ട്രാവൻകൂർ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ബിൽഡേഴ്സ് അസോസിയേഷൻ, BNI, കോട്ടയം ക്ലബ്ബ്, സിറ്റിസൺസ് ക്ലബ്ബ്, ട്രാമ, ലയൺസ് ക്ലബ്ബ്, CIA-യുടെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കോട്ടയത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും അവരുടെ പ്രതിനിധികളുമൊക്കെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് തന്നെ ഹരികുമാർ സാറിന് ഞാൻ നേരത്തെ പരിചയമില്ല, എന്നിട്ട് തന്നെയും ഞങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കാരണം NDAയുടെ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രത്യേകത എന്നു ചോദിച്ചാൽ ഇത് സ്വതന്ത്രരെല്ലാവരും ഇല്ല. ഞങ്ങൾ 3 കോയിലീഷൻസാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ഈ 3 കോയിലീഷൻസിലുള്ളതായ ഗ്രൂപ്പിൽ ഉള്ള ആളുകളെ മാത്രമേ ഈ സമ്മേളനത്തിലുണ്ട്. അതുകൊണ്ട് സ്വതന്ത്രരായിട്ട് പലരും ചോദിച്ച് ഞങ്ങളൊരു അവസരം ഞങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷേ ഇത് കോയിലീഷൻ്റെ അകത്തായതുകൊണ്ടാണ് അപ്പം BJPയുടെ കോയിലീഷനും കോൺഗ്രസിൻ്റെയും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോയിലീഷനാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും പ്രത്യേകിച്ചുള്ളത്. ഞാൻ ആദ്യമായിട്ടൊരു ആമുഖം പറയുകയാണ്. സെൻട്രൽ ട്രാവൻകൂർ ചേംബർ ഓഫ് കൊമേഴ്സാണ് ഇത് ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതെങ്കിലും ഈ പ്രോഗ്രാമിനോട് പങ്കെടുത്തിരിക്കുന്നവരെല്ലാവരും തന്നെ ഈ കോട്ടയത്തിലുള്ളതായ മറ്റ് സംഘടനകളെല്ലാം, അതായത് ഇവിടുത്തെ എല്ലാ സംഘടനകളുണ്ട്, CA തുടങ്ങി, ട്രാമ തുടങ്ങി, അതുപോലെ ക്ലബ്ബുകളെല്ലാം ഉണ്ട്, റോട്ടറി, ലയൺസ്, അതുപോലെ തന്നെ മറ്റെല്ലാ സംഘടനകളും. സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാം, ചാനലിൽ എപ്പോഴും ഡിസ്കഷൻ്റെ അകത്ത് വരുന്ന പരിപാടി എന്ന് ചോദിച്ചാൽ അവിടെ മോഡറേറ്റർ എന്ന് പറയുന്ന ആൾ മിക്കവാറും തന്നെ അത് തന്നെ ഒരു വിഷയം ഉണ്ടാക്കും. ആ വിഷയത്തോടുകൂടി അന്നത്തെ പ്രശ്നം മുഴുവൻ ഒരാൾക്കും പറയാൻ പറ്റത്തില്ലാത്ത പോലെ നമ്മളതുകൊണ്ട് അതിനകത്ത് തീരുമാനിച്ചിട്ടുള്ളതാണ് ഈ സംഘടനകളിൽ നിന്ന് 1-2 റെസ്പോൺസസ് മാത്രം, ഒരു റെസ്പോൺസ് എല്ലാവരും നിങ്ങൾക്ക് തരും, അത് നിങ്ങൾക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ഒരു ചെറിയ അതെ ഞാൻ ആദ്യം ഒരു ഇത് പറയുകയാണ്. ആദ്യത്തെ കാൻഡിഡേറ്റ് 15 മിനിറ്റ് പറയും. മാനേജ്മെൻറ്റിനെ കുറിച്ച് സാറ് പറയും. അല്ല 15 മിനിറ്റ് എടുത്തു, ഞങ്ങൾ 15 മിനിറ്റ് അത് ഉണ്ടോ, അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും സജഷൻസ് പറഞ്ഞതിന് ശേഷം 5 മിനിറ്റ് എടുത്തരാം. ഓക്കെ,
ഓക്കെ, എന്നെ അങ്ങനെ ചെയ്യാം. അതെ, അപ്പം കാരണം ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ നിയോജക മണ്ഡലം കർമ്മ പദ്ധതിയും കാഴ്ചപ്പാടും, ഇതാണ് ഞങ്ങളുടെ വിഷയം തന്നെ. അപ്പോഴേ പലപ്പോഴും അത് ഒരു ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളെ ഇൻഡസ്ട്രിയുമായിട്ടും മറ്റ് സാമൂഹിക സാംസ്കാരിക ആളുകൾക്ക് അറിയാനുള്ളതായും കേൾക്കാനുള്ളതും ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകൾ മാത്രമേ ഉള്ളൂ ചാനലിലുമൊക്കെ. അപ്പോൾ ഇതിനപ്പുറത്ത് ഇവിടെ പ്രത്യേകിച്ച് കൊടുക്കാൻ പോകുന്നത് ഈ കോട്ടയം പട്ടണം, കോട്ടയത്തിന് ചുറ്റുമുള്ളതായ കോൺസ്റ്റിറ്റ്യുവൻസി, അത് അനിൽകുമാർ സാറും ഹരികുമാർ സാറും പ്രത്യേകിച്ച് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ പ്രത്യേകിച്ച് ABCD ഒന്നും ഇട്ടെടുക്കുന്നില്ല. അനിൽകുമാർ സാറാണ് പ്രത്യേകിച്ച് ആയതുകൊണ്ട് ആദ്യത്തെ ആൾ അനിൽകുമാർ സാറിനാണ് പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നത്. എന്നാൽ ആദ്യം അനിൽകുമാർ സാറിന് സംസാരിക്കാനായിട്ട് നമ്മൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് വെൽക്കം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ നിറഞ്ഞ വേദിക്ക് ഒരു നന്ദി. ഒരു സ്ഥാനാർത്ഥി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഒരു സമൂഹത്തോട് പറയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഒരു വ്യക്തികളല്ല, 1000 പേരിലേക്ക് ഒരാശയം എത്തിക്കാൻ, ഇവിടെ പറഞ്ഞ പോലെ സംവാദാത്മക ആശയം എത്തിക്കാൻ ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്ന് പറയാവുന്നവരാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഗുണത്തിൻ്റെ ഉണ്മ കൊണ്ട് ഈ സദസ്സിനെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു. ഒരു തെറ്റിദ്ധാരണ ആദ്യം മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പാർട്ടി CPIM അല്ലെങ്കിൽ LDF നേരത്തെ കേരളത്തിൽ നിരവധിയായ സമരങ്ങൾ നടത്തുന്ന ഒരു സംഘടന അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളുടെയൊക്കെ ചുമതലക്കാരാണ് ഞാനിപ്പോൾ CITU സെക്രട്ടറിയാണ്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കേരളത്തിൽ ഞങ്ങളുടെ നയത്തെ സംബന്ധിച്ച് ഒരു ധാരണ രാഷ്ട്രീയമായി മാറ്റം വരുത്തിയിട്ടുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഞങ്ങൾ ധരിക്കുന്നത് തൊഴിലാളിക്ക് ഒരു സ്ഥാപനം നിങ്ങൾ നടത്തുമ്പോൾ അതിൽ കൂലി കൊടുക്കുന്നിടത്തല്ല യഥാർത്ഥത്തിൽ സമൂഹം ശ്രദ്ധിക്കേണ്ടത്. കൂലി തൊഴിലാളിക്ക് ലഭ്യമായാലേ തൊഴിലാളിയെ കിട്ടൂ, തൊഴിലാളിക്ക് നല്ല ജീവിതം ഉണ്ടാകൂ, സാറ്റിസ്ഫാക്ടറി ആയിട്ട് തൊഴിലാളി ജീവിക്കൂ. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ചിന്തിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മാറ്റമെന്ന് പറയുന്നത്, ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്ലോബൽ ആഗോള ധനമൂലധനത്തെ, ഇൻ്റർനാഷണൽ ഫിനാൻസ് ക്യാപിറ്റൽ, അവരെയാണ് എതിർക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനത്തിൽ പണം മുടക്കാതെ ലാഭം കൊയ്യുന്നവരെയാണ് നിങ്ങൾ എതിർക്കേണ്ടത്. ഈ നാട്ടിലെ ചെറുകിട സംരംഭങ്ങൾ നടത്തുന്ന, ഉൽപ്പാദന പ്രവർത്തനം നടത്തുന്ന സംരംഭങ്ങളോട് ആകെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ പരമാവധി കൂലി കൊടുക്കുക, ബാക്കി എല്ലാ പിന്തുണയും ഭരണകൂടം എന്ന നിലയ്ക്ക് ഞങ്ങൾ നൽകും. 10 വർഷം ആ വാക്ക് ഞങ്ങൾ പാലിച്ചു. ഇവിടെ നല്ല റോഡ് കൊണ്ടുവരാൻ, നല്ല ആരോഗ്യമുള്ള ജനതയ്ക്ക് ആവശ്യമായ ആരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്താൻ, സ്കൂള് നന്നാക്കാൻ, അതുപോലെ തന്നെ 24 മണിക്കൂർ പവർ കട്ടില്ലാത്തൊരു കേരളത്തെ നിലനിർത്താൻ, അതുപോലെ അഴിമതിരഹിതമായൊരു സിവിൽ സർവീസിന് വേണ്ടിയുള്ള തീവ്ര പരിശ്രമം, അത് ഓൺലൈനാക്കൽ, മന്ത്രിമാർ അഴിമതി കാണിക്കില്ല തുടങ്ങിയ കുറേ നിഷ്ഠകൾ ഞങ്ങൾ പാലിച്ചു. ആ പാലിച്ചതിൻ്റെ 10 വർഷത്തിൽ ഇന്ന് നിക്ഷേപ സൗഹൃദത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ്. 28-ൽ നിന്നും 1-ലേക്ക് എത്തി. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചേംബർ ഓഫ് കൊമേഴ്സ് ഉള്ളതുകൊണ്ട്, നിരവധി വ്യാപാരികളുള്ളതുകൊണ്ട് നിങ്ങളോട് കൺവേ ചെയ്യുന്നൊരു കാര്യം, ഞങ്ങൾക്ക് തുടർച്ച കിട്ടിയാൽ ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറുകിട വ്യാപാര സംരംഭങ്ങളിൽ മുമ്പുണ്ടായിരുന്ന പോലുള്ള സമരരൂപങ്ങളിലേക്കല്ല, നിങ്ങളെ അടക്കം അല്ലെങ്കിൽ വ്യാപാരികളെ അടക്കം വിഴുങ്ങുന്ന ആഗോള ധനമൂലധനത്തിൻ്റെ പല്ലുകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് തൊഴിലാളിക്ക് ഉയർന്ന കൂലി കൊടുക്കുക എന്ന ഒറ്റ കാര്യം ഒഴിച്ചാൽ ഒരു തർക്കവും ഉണ്ടാവില്ല എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് ആദ്യമായി പറയാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ സവിനയെ അഭ്യർത്ഥിക്കുന്നു. 2, കേരള വികസനം എന്ന് പറയുന്നത് കോട്ടയം വികസനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കേരളത്തിലെ LDF സർക്കാരിൻ്റെ പോളിസിയുണ്ട്. ആ പോളിസിയിൽ തർക്കമുള്ളവർക്ക് അതിൻ്റെ തർക്കം ഉന്നയിക്കാൻ അവകാശമുണ്ട്. മിനിയാൻ തോമസ് ഐസക്ക് കോട്ടയത്തിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം പ്രകടന പത്രിക എഴുതുകയാണ്. 1000 ഡിമാൻഡുകളാണ്, അല്ല 1000 കാര്യങ്ങളാണ് പ്രകടന പത്രിക ചേർക്കുന്നത്. ആദ്യം ഒരു 600, പിന്നെ 900, ഇപ്പോൾ 1000. ഈ പ്രകടന പത്രിക നടപ്പാക്കിയിട്ടുണ്ടോ? ഞാൻ ഈ വേദിയിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഏതെങ്കിലും ഒരു കാര്യം നടപ്പാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങളത് തലകുമ്പിട്ട് അതുകൂടി ചെയ്തു കൊള്ളാം എന്നിവിടെ വാക്ക് പറയും. കാരണം പ്രകടന പത്രിക എന്ന് പറയുന്നത് ആളെ പറ്റിക്കാനുള്ളതല്ല. പിണറായി വിജയൻ സർക്കാർ ഇത് നടപ്പാക്കിയതിൻ്റെ അഭിമാനം നമുക്കുണ്ട്. നടപ്പാക്കാൻ ബാക്കിയുള്ളത് എത്ര, പ്രോഗ്രസ് കാർഡ് ഇറക്കുമ്പോൾ അതുകൂടെ പറയും.
580 നടപ്പായി. ആദ്യഘട്ടം പറഞ്ഞു. രണ്ടാം ഘട്ടത്തിന് പ്രോഗ്രസ് കാർഡ് വരുന്നേ ഉള്ളൂ. പക്ഷേ ഏതാണ്ടൊക്കെ എത്തിക്കാനായി. കുറവുണ്ടോ നമുക്ക് നോക്കാം. വീണ്ടും 1000 വരുന്നു. നടക്കാത്ത കാര്യങ്ങളല്ല പറയുക, ചിന്തിക്കാനാവാത്ത ഉയരങ്ങളിൽ കാര്യങ്ങൾ നടന്നു. ഇവിടെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കൃത്യമായ അജണ്ടകൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഞാനതിന് മുളമൂട്ടിലച്ഛനെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഞങ്ങളൊക്കെ വാചകടിച്ച് ഏതെങ്കിലും വഴിക്ക് പോയിട്ട് ചർച്ച അലമ്പാക്കേണ്ട കാര്യമില്ല. സത്യമായിട്ടും ചോദിക്കേണ്ട ചോദ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, KK റോഡ്, MC റോഡ് ഡെവലപ്മെൻറ്റ്, നല്ല ചോദ്യം. ഉത്തരം വളരെ സന്തോഷമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കിബി എന്നൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. 6250 കോടി രൂപയാണ് ദേശീയപാത വികസനത്തിന് നമ്മളതിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തത്. ബാക്കി ഉള്ള ദേശീയപാത വികസനത്തിന് ഒരു 1500 കോടി കൂടെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ പ്രധാനപ്പെട്ട കാര്യം? ദേശീയപാത പോകുമ്പോൾ അതിൽ കോട്ടയില്ല. ദേശീയപാത പോകുമ്പോൾ കോട്ടയില്ല. കിബി വഴിയാണ് മലയോര പാത ഉണ്ടാക്കുന്നത്. 1450 കോടി രൂപയുടെ വർക്ക് നടന്നു കഴിഞ്ഞു. ഒരു 300-400 കിലോമീറ്റർ അത് പണിത് കഴിയാണ്. തീരദേശ പാത പോകുമ്പോഴും കോട്ടയില്ല. അപ്പോൾ കോട്ടയത്തിന് എന്ത് കിട്ടും? ആകെ ഒറ്റ കാര്യമുള്ളൂ, MC റോഡാണ്. ഭാഗ്യവശാൽ MC റോഡിന് 4 വരി പാത, അതിന് 5200 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഈ യോഗത്തിൽ ആധികാരികമായിട്ട് പറയുന്നു, തുടർഭരണം കിട്ടിയാൽ കോട്ടയത്തിന് ബൈപ്പാസ് ഉണ്ടാവും, 4 വരി ബൈപ്പാസ്. ചിങ്ങമനത്തിന് ബൈപ്പാസ് ഉണ്ടാവും. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കഞ്ഞിക്കുഴിക്ക് എന്ന് പറഞ്ഞാൽ കളത്തിപ്പടി മുതൽ കഞ്ഞിക്കുഴിക്ക് ബൈപ്പാസ് ഉണ്ടാവും. ഒരു സംശയവും കാര്യത്തിലില്ല. ഇത് മൂന്നും സാധ്യമാക്കുന്നതിന് പണം എത്ര വേണം? പണത്തെ സംബന്ധിച്ച് ആരും വ്യാകുലപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് കിബി വന്ന ശേഷമുള്ള മാറ്റം. ഇപ്പോൾ കിബിക്ക് 1,10,000 കോടി രൂപയുടെ ബഡ്ജറ്റുണ്ട്. അത്രയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ 70,000 കോടി രൂപയുടെ ടെൻഡറായിട്ടുണ്ട്. ബാക്കി ഓൺഗോയിങ് ആണ്. ഒരു 15 കൊല്ലം കൊണ്ട് നടപ്പാക്കേണ്ട പദ്ധതികളാണ്. അപ്പോൾ 5200 കോടി രൂപ ഇതിന് ഇയർമാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 300-400 കോടി രൂപ മുടക്കിയിട്ട് ഒരു ബൈപ്പാസ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അഭിമന്യനായ ഒരു തിരുമേനി, അദ്ദേഹം ബിഷപ്പ്, എന്നോട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വയനാട്ടിൽ ഇരട്ടപ്പാത ഉണ്ടാക്കുന്നില്ലേ, തുരങ്കപാത? കോട്ടയം ഉയർന്ന സ്ഥലമല്ലേ, ഇതിൻ്റെ അടിയിൽ കൂടെ നിങ്ങളൊരു തുരങ്കപാത ഉണ്ടാക്കി ബൈപ്പാസ് ചെയ്താൽ ഏറ്റവും എളുപ്പമല്ലേ, ആളുകൾ ഒഴിപ്പിക്കേണ്ടതുണ്ടോ? തീരുമാനമല്ല പറയേണ്ടത്, ആശയമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ ആശയമാണ്. ഇതുപോലെ ചിന്തകളുള്ളൊരു സമൂഹമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ തുടർഭരണം കിട്ടിയാൽ ഇതിലേക്കാവും ഞങ്ങൾ പോവുക. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് കോട്ടയത്തെ ഗതാഗത കുരുക്കിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ബദൽ പാതകൾ ഉണ്ടായിരിക്കും. അത് MC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ കോട്ടയത്തിന് വേണ്ടി ടാപ്പ് ചെയ്യുക എന്നുള്ള ചുമതലയാണ്. ഒരു ജനപ്രതിനിധിയായാൽ അത് സാധ്യമാകും എന്ന് ആധികാരികമായി ഉറപ്പ് പറയാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സവിനയം പറയട്ടെ. ബേക്കർ ജംഗ്ഷൻ വികസനം, കഞ്ഞിക്കുഴി വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ കഞ്ഞിക്കുഴി വികസനത്തിൻ്റെ പ്രൊജക്റ്റ് എടുക്കുന്നതിനേക്കാൾ 4 വരി പാത അപ്പുറം പോയാൽ പിന്നെ കഞ്ഞിക്കുഴിക്കാർക്ക് കഞ്ഞിക്കുഴി ഉപയോഗിക്കാം. KT തോമസ് സാറിൻ്റെ മകൻ അച്ഛനെ കാണാൻ വരുന്നതിന്, അച്ഛൻ എങ്ങനെയാണ് കഞ്ഞിക്കുഴി കൂടെ കടന്നു വരുന്നത്, അച്ഛനെ കാണാൻ എത്ര തടസ്സമാണ്. ഹൈക്കോടതി ജഡ്ജി അവർ തമ്മിൽ സംഭാഷണം നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കഞ്ഞിക്കുഴിക്കാർക്ക് കഞ്ഞിക്കുഴിയെ വിട്ടുകൊടുക്കാം, മറ്റുള്ളവർക്ക് പോകാൻ വേണ്ടി നല്ല 4 വരി പാത ഉണ്ടാക്കാം. ഇങ്ങനെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ തിരക്ക് കുറയും. ബാക്കി എന്ത് വേണമെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലോചിക്കേണ്ടത്. ഈ കോട്ടയം നഗരത്തിലൂടെ മുഴുവൻ വണ്ടിയും കടത്തിവിടുക എന്നുള്ളതല്ല. കോട്ടയം നഗരം കോട്ടയംകാർക്ക് കൊടുത്തേക്കാം, ബാക്കി പോകേണ്ടവരെല്ലാം മറ്റു വഴികൾ കൂടെ പോട്ടെ. അങ്ങനെ പോകുമ്പോൾ ചങ്ങനാശ്ശേരി AC റോഡിൽ നിന്നും ഒരു ബൈപ്പാസ് വേണം. അത് പഴയ ലക്ഷ്മീപുരം തോടിൻ്റെ ഭാഗമാണത്. അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡെവലപ്മെൻറ്റ് ചിന്തകളുണ്ട്, പൂർണ്ണമായി പറയാറായിട്ടില്ല. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചിന്തിക്കാനാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കളത്തിപ്പടി ഇറഞ്ഞാൽ വട്ടമൂട്, ചുങ്കം, ഇല്ലിക്കൽ, അതൊക്കെ ആ ഭാഗമൊക്കെ ഇതിൻ്റെ അകത്ത് വന്നു. ബാക്കി നമുക്ക് ചർച്ചയിലൂടെ വികസിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന് ബ്രെയിൻ ഡ്രെയിനെ സംബന്ധിച്ചാണ്. കോട്ടയത്ത് നിന്ന് കുട്ടികളാരും പുറത്തു പോകുന്നില്ല എന്നോ അല്ലെ കോട്ടയത്തെ കുട്ടികൾ പുറത്തു പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായമല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ആകർഷകമായതുകൊണ്ട് കുട്ടികൾ ഇവിടെ നിൽക്കും. ഇപ്പോൾ CMS കോളേജ് മിനിങ്ങാന്ന് പോയപ്പോൾ കണ്ടത് 90% കുട്ടികളും കോട്ടയംകാരല്ല. അപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് മറ്റു ജില്ലകളിലെ കുട്ടികളിലൂടെ വരുന്നുണ്ട്. നമ്മുടെ സർവകലാശാലകളിൽ പഠിക്കുന്ന 185 കുട്ടികൾ വിദേശത്തു നിന്നാണ് ഗാന്ധി സർവകലാശാലയിൽ. കോട്ടയത്തിനുള്ള ഭാഗ്യം IIIT കോട്ടയം ജില്ലയിലാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ കേന്ദ്രം കോട്ടയം ജില്ലയിലാണ്. നമ്മുടെ ട്രാവൻകൂർ സിമെൻസിൻ്റെ അവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട്.
നമുക്ക് IT അധിഷ്ഠിതമായ ഒരു ഉപഗ്രഹ നഗരം പദ്ധതി ഉണ്ടാക്കാം. കൊട്ടാരക്കരയിൽ അത് ആരംഭിച്ചിട്ടുണ്ട്, ബാലഗോപാലിൻ്റെ മണ്ഡലത്തിൽ. തൊട്ടപ്പുറത്ത് കളമശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് തൃപ്പൂണിത്തുറ വരെ അതിൻ്റെ ലീഗിക്ക് വന്നിട്ടുണ്ട്. ബ്രിഡ്ജ് ചെയ്താൽ ഈ കോട്ടയം അതിൻ്റെ ഭാഗമാക്കാം. ഒരു IT നഗരം പദ്ധതിക്ക് സ്ഥലം ലഭ്യമാണ്. ട്രാവൻകൂർ സിമൻസിന് അതിൻ്റെ ആവശ്യത്തിലേറെ സ്ഥലം അവിടെ ലഭ്യമാണ്. അവരും സന്നദ്ധമാണ്. അപ്പോൾ നമുക്ക് അത്തരം കുട്ടികളെ ഉൾക്കൊള്ളുന്ന മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് AI ആണ്. നമ്മളിപ്പോൾ സിനിമയെന്നൊക്കെ പറയുന്നത് വലിയ ഉദയ സ്റ്റുഡിയോയോ വലിയ സ്റ്റുഡിയോയിലോ രാമോജി റാവുലോ ഒന്നും പോകേണ്ട കാര്യമില്ല. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിലുപയോഗിക്കുന്ന ആപ്പ് ഉപയോഗിച്ച് മമ്മൂട്ടിയുടെ സിനിമകൾ നമുക്ക് മമ്മൂട്ടി ഇല്ലാതെ ഉണ്ടാക്കാം. അതാണ് പുതിയ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പകർപ്പവകാശം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. അതനുസരിച്ച് മമ്മൂട്ടിയുടെ കാലശേഷം മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമകൾ വരും. നമുക്ക് സത്യനെ അല്ലെങ്കിൽ നമുക്ക് ജയനെ അഭിനയിപ്പിക്കുന്ന സിനിമകൾ നമുക്ക് AI വഴി ഉണ്ടാക്കാം. ഈ AI സാധ്യതകളെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ച് ആ കുട്ടികളെ ഇതുമായി ലിങ്ക് ചെയ്യുന്ന പദ്ധതി അതെല്ലായിടത്തും സാധ്യമാണ്. കോട്ടയം അത് ടാപ്പ് ചെയ്യാൻ കഴിയും. ഇവിടെ സിനിമയുണ്ട്, നമുക്ക് തലവധി സംവിധാനമുണ്ട്. ഇത് സാധ്യമാക്കാനുള്ള ഇതിന് വിസ്തീർണമേറിയ സ്ഥലം വേണ്ട, നമുക്ക് സാധ്യമാണ്. ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഞാൻ കണ്ടു. സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ടപ്പിന് കെട്ടിടം പണിതു, ലൈസൻസ് എടുത്തു, ഒത്തിരി പണി ചെയ്തു. അതൊന്നും വേണ്ട. ഒരു 37 സ്റ്റാർട്ടപ്പുകൾ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ CMS കോളേജിന് താഴെ. ഒരു മേശ, അതിന് മേലെ ഒരു ലാപ്ടോപ്പ്, ഒരു കസേര, അത്രയും മതി അവർക്ക്. ഒരു ഓഫീസ് അഡ്രസ്സ്, അവിടുത്തെ ഒരു കെട്ടിട നമ്പർ, അപേക്ഷ കൊടുത്തു, സ്റ്റാർട്ടപ്പിന് അംഗീകാരം കിട്ടി. അവർ ഓൺലൈനിലൂടെ കുറേ ബിസിനസ്സുകൾ നിർവഹിച്ചു. 2-3 കൊല്ലക്കാലം കഴിയുമ്പോൾ അവർക്ക് 12C കിട്ടി. അടിച്ചങ്ങോട്ട് കയറുകയാണ്. എങ്ങനെയാണ് സ്റ്റാർട്ടപ്പുകൾക്ക് വികസിപ്പിക്കാൻ പറ്റാത്തത്? കുട്ടികളെ ഗ്രൂം ചെയ്യുന്ന പോലെ സ്റ്റാർട്ടപ്പുകളെ ഗ്രൂം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് കേരള സർക്കാർ ചെയ്യുന്ന കാര്യമാണ്. സാധ്യമാണ്, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരുടെ പണി ഇത്തരം വ്യാപാരികളുടെ തലയിൽ കയറുക എന്നുള്ളതല്ല, പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിലേക്ക് ഇത് കൈകാര്യം ചെയ്യാനാകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, നമുക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എല്ലാം ഒത്തിരി സ്ഥലം എടുത്ത് നടപ്പാക്കാൻ കഴിയുമെന്നൊക്കെ തെറ്റിദ്ധാരണയാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. റബ്ബർ പാർക്ക് ഞങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? ഈ മീനച്ചിലാട്ടിലെ പേരൂർ ഭാഗത്ത് കണച്ചുമൂട്ട് കിടക്കുന്ന ഒത്തിരി തുരുത്തുണ്ട്. അവിടെ റബ്ബർ പാർക്കിന് ആവശ്യമായ സ്ഥലത്ത് മണ്ണിടാൻ മണ്ണ് കിട്ടിയില്ല. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാർ 2 പേരോട് പറഞ്ഞത് ഈ തുരുത്തെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മണ്ണും കിട്ടും, റബ്ബർ പാർക്കും ആരംഭിക്കാം. വെള്ളൂർ ന്യൂസ്പ്രിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഈ മീനച്ചിലാട്ടിലെ മണ്ണെടുത്തുകൊണ്ട് പോയി അവിടെ പോയി റബ്ബർ പാർക്കിന് ആവശ്യമായ ഗ്രൗണ്ട് ഉണ്ടാക്കി റബ്ബർ പാർക്ക് ഷീല തോമസിൻ്റെ നേതൃത്വത്തിലൂടെ ആരംഭിച്ചു. 27-28 പാർക്കുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ ആളുകൾ അവിടെ അലോട്ട്മെൻറ്റ് കൊടുത്തു. പണ്ടത്തെ പോലെ പൊല്യൂഷന് ഉപയോഗിച്ച ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല. സാധ്യമാണ് നമുക്ക് ഇത്തരം വികസന പദ്ധതികൾ. അതിലേക്ക് പോകാൻ ആവശ്യമായ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം 2000 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ട് കാത്തിരിക്കുകയാണ് പാലക്കാട്. സ്ഥലം ഏറ്റെടുത്തിട്ട് കാത്തിരിക്കുകയാണ് വ്യവസായം ആരംഭിക്കാൻ. സ്ഥലത്തിൻ്റെ പ്രശ്നമില്ല, ഉയർന്ന വിലയാണ് കൊടുക്കുക. ഒരു 3 ഇരട്ടി വില കൊടുക്കുന്നതാണ് പൊന്നും വിലയുടെ പതിവ്. കിബിയാണ് പൈസ കൊടുക്കുന്നത്. അങ്ങനെയാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. ഇതൊന്നും നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ എൻ്റെ സ്ഥലം കൂടി എന്താ എടുക്കാത്തത് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള വില കൊടുക്കുക. ഇതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അത് കോട്ടയത്തും സാധ്യമാക്കാൻ കഴിയും. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, കോടിമത ഡെവലപ്മെൻറ്റ്, ടൂറിസം, IT, സീനിയർ സിറ്റിസൺ ക്ലബ്. അപ്പോൾ കോടിമതയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പം 4 പേര് അവിടെ ബൈപ്പാസ് വന്നു. നേരത്തെ അവിടെ കൃഷിയുള്ള സ്ഥലമാണ്. ഞാനും കൃഷി ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവിടെ സംഭവം ഉണ്ടായത്. കൃഷി ചെയ്തുള്ള സ്ഥലത്ത് ലുലുമാൾ ഉണ്ടാക്കി. അപ്പുറത്ത് ലുലുമാളാകാമെങ്കിൽ ഇപ്പുറമുള്ളൊരു ലുലുമാളിനെ പോലുള്ള സ്ഥാപനം പാടില്ല, കൃഷി ചെയ്യണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ഒരു പന്തി 2 വിളമ്പ് പറ്റത്തില്ല. അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളാകുമ്പോൾ ആ വ്യാപാര കേന്ദ്രങ്ങളായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. നമ്മൾ അവിടെ ഉണ്ടായൊരു വിഷയത്തിനകത്ത് ഒരു സ്ഥലത്തൊരു നീതി, വേറൊരു സ്ഥലത്ത് വേറൊരു നികുതി എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ കൊല്ലാടിൻ്റെ ഇപ്പുറം തന്നെ കളത്തുക്കടവിൽ ഒരു ഭാഗത്ത് മുഴുവൻ അവിടെ അത് കെട്ടിടം വെക്കുക, എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നീതി നിർവഹിക്കപ്പെടണം. അപ്പം ഇത്തരം സങ്കേതങ്ങൾ വരുമ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കാഴ്ചപ്പാട്. അതെല്ലാം നഗരമധ്യത്തിൽ വേണമെന്ന കാഴ്ചപ്പാടല്ല. അതിന് ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വേണമെന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ക്ലീൻ കോട്ടയം ക്ലീൻ ആകണമെങ്കിൽ ആദ്യം വേണ്ടത് കോട്ടയത്തെ ഓടകൾ കൈകാര്യം ചെയ്യലാണ്. ഇപ്പം നമ്മുടെ ഓടകൾ മുഴുവൻ നേരെ വന്ന് ചേരുന്നത് ആറ്റിലേക്കാണ്. അത് അങ്ങോട്ട് പോയാൽ നമ്മുടെ റെയിൽവേയുടെ അവിടെ ആറ്റിലേക്ക് ചാടാൻ കാണും. ഒരു പുഴ തന്നെ ഇല്ലാതെയായി. നമ്മുടെ പനയക്കെടുപ്പ് ഭാഗത്ത് പനയക്കെടുപ്പ് വെള്ളം വെച്ചുകൊണ്ടിരുന്ന ഒരു പുഴ ഇപ്പം ഇല്ലാതായി.
കാരണം എന്താണ്, ആ പുഴ ആരംഭിച്ചിരുന്നത് ഇവിടുന്നാണ്, ഈ കോടിമത നിന്നാണ്. അവിടുന്ന് ആരംഭിച്ച് ഇങ്ങനെ പോയി ജില്ലാസ്ത്രയുടെ സൈഡിൽ കൂടെ പോയി അങ്ങനെ പോയി അവിടെ ചെന്ന് ചേർന്നിരുന്ന ഒരു പുഴയുണ്ട്. അത് മീനച്ചിലാട്ട് തന്നെ ചേരും. അതിപ്പോൾ ഇല്ലാതായി. അതൊരു തോട് പോലെ അവിടെ ഇപ്പോൾ കിടപ്പുണ്ട്. അത് മാലിന്യ കൂമ്പാരമാണ്. അതുപോലെ തന്നെ നിരവധിയായ ഇപ്പം തന്നെ ഈ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറയുള്ള ആ ഓട മുഴുവൻ തേര് എന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയാണ് 8.5 കോടി മുടക്കി വാട്ടർ ഹമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോട്ടയത്തെ പ്രശ്നം എന്താണ്? അതാണ് ബോട്ട് കെട്ടി. ബോട്ട് വരില്ല. എന്നാൽ ബോട്ട് വരുന്നൊരു സ്ഥലം ഇവിടെയുണ്ട്, അവിടെ ബോട്ട് കെട്ടിയില്ല. ഇവിടെ ബോട്ട് വരും, പക്ഷേ ബോട്ട് കെട്ടിയില്ല. അങ്ങപ്പുറം ബോട്ട് കെട്ടി ഉണ്ട്, ബോട്ട് അവിടെ വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ കഴിയും? നമ്മൾ വളരെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞങ്ങൾ മീനച്ചിലാർ കൊടൂരാർ പദ്ധതിയിൽ 2017 ആഗസ്റ്റ് 28 ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ മലരിക്കൽ നടിച്ചു നോക്കിയാൽ കിട്ടുന്നൊരു സാധനമുണ്ട്, ആമ്പൽ. ഇതുണ്ടായത് എങ്ങനെയാണ്? എന്നാൽ ഇത് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചൊന്നും തുടങ്ങിയതല്ല. ഞങ്ങൾ പുഴ തെളിക്കാൻ തുടങ്ങി. അയർക്കുന്നത്ത് തെളിച്ചു, അതുപോലെ തന്നെ നമ്മുടെ മണർകാട് തെളിച്ചു. ഇങ്ങനെ തെളിച്ച് ഇപ്പോൾ 1650 കിലോമീറ്റർ തോട് തെളിച്ചു. ഒരു 5650 ഏക്കർ തരിശുനിലങ്ങളിൽ കൃഷി കൊണ്ടുവന്നു. പുഴ തെളിച്ചപ്പോൾ കൃഷിനിലങ്ങൾ തോടുകൾ ഒഴിച്ചപ്പോൾ തോടുകൾ നിലനിർത്താൻ വള്ളം ഓടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആമ്പലിൻ്റെ ഇടയിലേക്ക് വള്ളം കയറ്റി വിട്ടപ്പോഴാണ് ആമ്പൽ വസന്തം ഉണ്ടായത്. നമുക്ക് സാധ്യമാണ് ടൂറിസം കേന്ദ്രങ്ങൾ, ജല ടൂറിസം കേന്ദ്രങ്ങൾ. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിലേക്ക് വെള്ളം എത്തുന്ന 6 ശാഖകളുണ്ട്. അത് കവണാർ, പെണ്ണാർ, കവണാർ, പെണ്ണാർ, കൈപ്പുഴമുട്ട്. പിന്നെ അങ്ങോട്ട് പോയാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെങ്ങളം വഴിയൊരു തോട്, കൊട്ടത്തോട് അങ്ങോട്ട് ചെന്ന് അവസാനിക്കുന്ന സ്ഥലം. നേരെ ഇങ്ങപ്പുറം മുത്തേരിമട, പിന്നെ തിരുവാർപ്പിലേക്ക് 2 എണ്ണം, പിന്നെ മല്ലിക്കൽ 1 എണ്ണം. ഇതിൽ 1 എണ്ണം ഇപ്പം ഞങ്ങൾ തെളിച്ചു. 3 എണ്ണം ചുങ്ക മുതൽ അങ്ങോട്ട് തെളിച്ചുകൊണ്ട്, നീലിമംഗലം ബ്രാഞ്ച് തെളിച്ചതുണ്ട്, കാഞ്ഞിരപുരം തെളിച്ചതുണ്ട്. ബാക്കി തെളിക്കാനുണ്ട്. മുഖാരങ്ങൾ തെളിച്ചാൽ വെള്ളപ്പൊക്കം മാറും. ഏറ്റവും വലിയ പതനസ്ഥാനം പഴുക്കാനിലക്കായലാണ്. ഈ നമ്മുടെ ഈ പുഴ അങ്ങോട്ട് ചെല്ലുമ്പോൾ മീനച്ചിലാറോടെ ചെന്ന് പഴുക്കാനിലക്കായൽ തുരുത്തായി മാറി. ആ തുരുത്തെടുത്ത് മാറ്റി അതിൻ്റെ ചെളിയെടുത്ത് റോഡുണ്ടാക്കുകയാണ്. അത് തിരുവായ്ക്കരി, ജെ ബ്ലോക്ക്, എഫ് ബ്ലോക്ക് 3 പാടങ്ങളുടെ 17 കിലോമീറ്റർ ചുറ്റുപാടും നല്ല റോഡുണ്ടാകുകയാണ്. നിങ്ങളിപ്പോൾ വൈകുന്നേരം ഒരു വണ്ടിയെ കയറി 3 മണിക്കോ 4 മണിക്കോ ഡ്രൈവ് ചെയ്യാൻ വന്നാൽ ഒരു 17 കിലോമീറ്റർ വേമ്പനാട്ടുകായലിൻ്റെ തീരത്തൂടെ ഡ്രൈവ് ചെയ്ത് വരാം. അത്തരമൊരു റോഡിൻ്റെ നിർമ്മാണത്തിന് 107 കോടി രൂപ ടെൻഡറായി. ഇപ്പം നാട്ടകം പോർട്ടിൽ നിന്നും അവിടെ വരുന്ന ഇപ്പോൾ പുതിയ അനുവാദമൊക്കെ കിട്ടിക്കഴിഞ്ഞു കസ്റ്റംസിൻ്റെ. നിങ്ങൾക്ക് പോർട്ടുകാർക്ക് നേരെ അങ്ങോട്ട് പോകുമ്പോൾ പഴുക്കാന്തല വിളക്കുമരത്തിൻ്റെ അവിടെ നിന്ന് മൊത്തം തെളിക്കുകയാണ്. അത് തെളിച്ചു കഴിഞ്ഞാൽ വാട്ടർ സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാകും. നമ്മുടെ ലുലുമാളി വരുന്നവർക്ക് അവർക്കൊരു ചെറിയ കാർഡ് കൊടുത്താൽ മതി. ബോട്ടിങ് അവിടെ നിന്നാണ്. ഒരു ചെറിയ വാഹനത്തിൽ നേരെ ഈ ഇലക്ട്രിക് വാഹനമുണ്ട്, അവരെ കൊണ്ടുപോയി നേരെ ബോട്ട് യാർഡിൽ ഇറക്കുക. എന്നിട്ട് അവരെ നേരെ ഉൾനാടൻ ജലാശയങ്ങളിൽ കൊണ്ടുപോവുക. വള്ളം ഊന്നുന്നവർക്ക് പണം കിട്ടും. ഈ നാട്ടുകാർക്കെല്ലാം വരുമാനം കിട്ടും. ലുലുമാൾ വന്നാൽ എനിക്കെന്താ കിട്ടി? ലുലുമാൾ വന്നപ്പോൾ എനിക്ക് വള്ളത്തിൽ ഓട്ടം കിട്ടി, എനിക്ക് പൈസയായി. ഇത് നാട്ടുകാർ പറയുമ്പോൾ ഒരു ലോക്കൽ ഓണർഷിപ്പ്, ഒരു ഗ്രാമീണ പിന്തുണ, മനുഷ്യന് വരുമാനം കിട്ടുന്ന പദ്ധതി ഉണ്ടെങ്കിൽ വരുമാനത്തിൽ ആ വികസനത്തിൽ അവർക്ക് പങ്കുണ്ട്. ഇപ്പം മല്ലിക്കൽ ചെയ്യുന്ന ഇനത്തിൽ പൂ പറിച്ച് വിൽക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ദിവസം ഒരു 30 കെട്ട് പൂ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് 1000 രൂപ കിട്ടും. ഇങ്ങനെയുള്ള പല പദ്ധതികളാവാം. ഭക്ഷണം ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് സമയക്കുറവ് കൊണ്ടുപോകുന്നില്ല. ഇതുമതി. അതുകൊണ്ട് ഈ ഉൾത്തോടുകളിലേക്ക് അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്ക് ജലപാതകൾ എത്തിക്കുക, അതാണ് ഒരു കൺസെപ്റ്റായിട്ട് വെക്കാനുള്ളത്. പിന്നെ കോട്ടയത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അക്ഷര ടൂറിസമാണ്. നമുക്ക് ബെഞ്ചമിൻ ബെയിലിയുണ്ട്, അച്ചുകൂടമുണ്ട്, അതുപോലെ ഹെർമൻ ഗുണ്ടേട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഐതിഹ്യം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൊട്ടാര ചെങ്ങന്നൂരുടെ കഥ പറഞ്ഞാൽ തീരുമോ? ഐതിഹ്യ ടൂറിസം പദ്ധതി, ഐതിഹ്യം കേൾക്കാൻ വരിക, വള്ളത്തിൽ പോകുമ്പോൾ ഐതിഹ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു 100 പേർക്ക് പണി കൊടുക്കുക. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അക്ഷര മ്യൂസിയം. പനച്ചിക്കാട് അക്ഷര ഗ്രാമം ഉണ്ടാക്കാം. അവിടെ 1.25 ലക്ഷം ലിപികൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അക്ഷര ടൂറിസം പദ്ധതി, താഴത്തങ്ങാട് പള്ളി, പൈതൃകാണ്, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചെറിയ പള്ളിയുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എങ്ങനെ ഒരു അക്ഷര ടൂറിസം പദ്ധതി ഉണ്ടാക്കാം. നമുക്ക് സാധ്യതകളുണ്ട് ടൂറിസം വികസനത്തിന്. ഇത്തരത്തിൽ പിന്നെ ഏറ്റവും പ്രധാനം കുട്ടികളെ മാനിക്കാതെ ഒരു വികസനവും നടക്കില്ല. നെഹ്റു സ്റ്റേഡിയം പൊളിച്ചു പണിയണം. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയേണ്ട കാര്യമില്ല. കുറച്ച് ചർച്ചയുടെ ഭാഗമായിട്ട് പറയാം. ബാക്കി ചർച്ചകൾ അപ്പോൾ ഒരു വാക്കേ പറയാനുള്ളൂ. ഇതൊക്കെ ഇവിടെ സാധ്യമാണെന്ന് ഞാൻ പറയാൻ കാരണം ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് നേരെ കയറി ബ്ലീച്ചടിച്ചാൽ മതിയോ? സാധ്യമാണ്. എന്തുകൊണ്ട്? നിങ്ങൾ കോട്ടയം വിട്ട് കേരളത്തിൻ്റെ മറ്റെവിടേക്ക് പോകും, ജലമോട്ടറെ കയറിയിട്ട് വരൂ. നിങ്ങൾ കോട്ടയം വിട്ടിട്ട് പോയിട്ട് കളിക്കള്ളങ്ങൾ കണ്ടിട്ട് വരൂ. നമുക്ക് പോയി കാണാം വന്ന മാറ്റങ്ങൾ.
ആ മാറ്റങ്ങൾ കോട്ടയത്ത് ഉണ്ടാക്കാനാകും എന്ന പ്രത്യാശയാണ് ഈ കേരളത്തിലെ ഈ മാറ്റങ്ങൾക്കൊപ്പം. ഞാനൊരു അത്ഭുത മനുഷ്യനൊന്നുമല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ശരിയായ കോഴ്സുമായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നപ്പോൾ ഈ പഴുക്കാനില കായൽ എന്ന് പറയുന്ന കായൽ തെളിക്കാൻ 103.72 കോടി രൂപ അദ്ദേഹം കിബിയിലൂടെ അനുവദിച്ചു. അവരൊക്കെ അറിയാമല്ലോ ആ കാര്യം. 103.72 കോടി രൂപ. ഇവരേറ്റവും വലിയ ഗുണഭോക്താക്കളാണ് ഇവിടുത്തെ പോർട്ടുകാർ. അവർക്ക് വേണ്ടിയല്ല, നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയും, ഈ കിബിയെ ടാപ്പ് ചെയ്യാൻ കഴിയും. ആ കിബിയെ ടാപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു അനുമതി, ഒരു സമ്പ്രദായം കോട്ടയത്തുണ്ടായില്ല. 219 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിയാൻ അവിടെ ജില്ലാശുപത്രിയിൽ കിബി ആരംഭിച്ചിട്ട് മുടക്കി എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ വീണ്ടും പണിയാൻ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയും. അത് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ജനതയ്ക്കുണ്ട്, കോട്ടയത്തെ ജനതയ്ക്കുണ്ട്. അവരുടെ ഒരു പകുതിയാകാൻ വിനീതനായ എന്നെ അനുവദിക്കണം എന്നുള്ള അഭ്യർത്ഥന നിങ്ങളുടെ ഈ വേദിയിൽ പറയാൻ കൂടി എന്നെ അനുവദിക്കുക. നന്ദി. താങ്ക് യു വെരി മച്ച്. ഒരു കൈ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ നമ്മൾ പ്രത്യേകമായിട്ട് ഇരിക്കുന്നു. നമുക്ക് അടുത്തത് ഹരികുമാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഇന്ന് BJPയുടെ എല്ലാ ആളുകൾക്കും ഇല്ലാഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് വരാനൊക്കത്തില്ല എന്ന് വരില്ല. ഓക്കെ. ഡയസിലുള്ള ആദരണീയനായ മുളമൂട്ടിൽ അച്ഛൻ, പ്രിയ സുഹൃത്തും LDFൻ്റെ സാരഥിയുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഏതായാലും കോട്ടയത്തെക്കുറിച്ചിട്ട്, ഈ നഗരത്തിൻ്റെ വികസനത്തെക്കുറിച്ചിട്ട് ചിന്തിക്കണം. എനിക്കിവിടെ ഇരിക്കുന്ന കുറേ മുഖങ്ങൾ സുപരിചിതരാണ്. അത് വലിയ ബഹളങ്ങളില്ലാതെ ആകണം എന്ന് നിശ്ചയിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ പ്രൗഢ സദസ്സിന് മുന്നിൽ ഞാൻ BJPയുടെ പ്രതിനിധിയാണ്. എൻ്റെ സ്ഥാനാർത്ഥി BDJSൻ്റെ അനിൽകുമാർ വളരെ അത്യാവശ്യമായി വേറെ യോഗത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രതിനിധിയായിട്ടാണ് എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. എനിക്ക് ഈ കോട്ടയം കഴിഞ്ഞ 60 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 മുന്നണികളും നമ്മൾ ഓർക്കണം. 1973 കോട്ടയം ശാസ്ത്രി റോഡ് ഉണ്ടായത്. ഈ ശാസ്ത്രി റോഡിന് ശേഷം കോട്ടയം നഗരത്തിൽ ഒരു റോഡ് ഉണ്ടായിട്ടില്ല. ഇതാണ് കോട്ടയത്തിൻ്റെ അവസ്ഥ. നമ്മൾ ഓർക്കണം എത്ര ഗതികേടിലാണ് ഈ നഗരം മുന്നോട്ട് പോകുന്നത്. ഇപ്പം അഡ്വക്കേറ്റ് അനിൽകുമാർ സൂചിപ്പിച്ചു നാഗമ്പടം നെഹ്റു സ്റ്റേഡിയം. വെള്ളപ്പൊക്ക സമയത്ത് അവിടെ വള്ളംകളി നടത്താം. ഇതാണ് കോട്ടയംകാരൻ്റെ ഗതികേട്. ഇത് മാറണ്ടേ? കോട്ടയത്തെ ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് ഒരു കാലഘട്ടത്തിൽ ഈ ചിങ്ങവനം എന്ന് പറഞ്ഞാൽ വലിയ ഇലക്ട്രോ കെമിക്കൽസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സമൃദ്ധിയുടെ വിളയാട്ടമായിരുന്നു. ഇന്ന് ഒരു ഭാർഗവി നിലയമായി ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് മാറിയിരിക്കുന്നു. ഇങ്ങോട്ട് നടന്നു വരുമ്പം അടുത്ത ട്രാവൻകൂർ സിമെൻറ്റ്സ് വരുന്ന 6-7 മാസത്തിനകം ആ സിമെൻറ്റ്സിനും പൂട്ട് വീഴാൻ പോവുകയാണ്. കോട്ടയത്തെക്കുറിച്ച് പറയും, ഞാൻ ആദ്യം നെഗറ്റീവ് പറയുന്നത് കോട്ടയത്തെക്കുറിച്ച് പറയുമ്പോൾ അക്ഷരനഗരിയാണ്. ഈ അക്ഷരനഗരിക്ക് ചരിത്രമുറങ്ങുന്ന ഒരു CMS കോളേജും ചരിത്രമുറങ്ങുന്ന ഒരു ബെസേലിയസ് കോളേജും കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, ഈ അടുത്ത കാലത്താണ് കുണ്ടറയിൽ ഇൻഫോ പാർക്കിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ സ്ഥാപിക്കപ്പെട്ടു. എന്തുകൊണ്ട് കോട്ടയത്ത് വരുന്നില്ല ഈ IT ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ? കേരളത്തിലെ ആദ്യത്തെ സാക്ഷര നഗരിയായിട്ടുള്ള കോട്ടയത്ത് വിദ്യാസമ്പന്ന IT രംഗത്ത് പുതിയ പുതിയ സംരംഭങ്ങൾ എന്തുകൊണ്ട് കോട്ടയത്ത് ആവിഷ്കരിക്കപ്പെടുന്നില്ല? ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്? ആരാണ് ഈ വിഷയത്തെക്കുറിച്ചിട്ട് കോട്ടയത്തെ ജനങ്ങളോട് പറയും? ഇവിടെ പ്രിയപ്പെട്ട, ഞാൻ ഇതൊക്കെ സൂചിപ്പിക്കണം. അദ്ദേഹം പറഞ്ഞു ദേശീയപാത. പ്രിയമുള്ളവരെ, ദേശീയപാത നിങ്ങളൊന്ന് പോയി കാണണം. ദേശീയപാത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. 1.5 ലക്ഷം കോടി രൂപയാണ് ഞങ്ങളുടെ ഗവൺമെൻറ് 6000 കോടി കേരള ഗവൺമെൻറ് മുടക്കുമ്പോൾ 1.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നീക്കി വച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടക്കം കയറിച്ചെന്നാൽ കാർക്കിച്ചു തുപ്പാവുന്ന ഈ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് എന്താണ്? റെയിൽവേ സ്റ്റേഷനുകളുടെ മാറുന്ന മുഖച്ഛായ, ഈ രാജ്യം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനുകൾ, വന്ദേ ഭാരത് ട്രെയിനുകൾ.
ആ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എനിക്ക് സൂചിപ്പിക്കുവാനുള്ള, ഈ പ്രൗഢ സമൂഹത്തിന് മുന്നിൽ ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്. ക്ലീൻ കോട്ടയം എന്ന് പറയുമ്പം എൻ്റെ വാർഡിലെ ഹരിതസേനക്കാർ 60 രൂപ മേടിക്കാനായി വലിയ വലിയ വീടുകളിൽ ചെല്ലുമ്പം അവരെ പട്ടിയെ വിട്ട് കടിപ്പിക്കുന്നത് ഇവിടെയുള്ള വലിയ വലിയ വീട്ടിലെ ആൾക്കാരാണ്. ഞാൻ നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. അച്ഛൻ ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ 60 രൂപ, ഹരികുമാരൻ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഞങ്ങൾ അവിടെ ഇട്ട് കത്തിക്കുകയാണ്. ഈ 60 രൂപ കൊടുക്കാനില്ല, ഇല്ലാഞ്ഞിട്ടല്ല, അവോയ്ഡ് ചെയ്യുന്നു. നിങ്ങൾ താഴെ തലത്തിലോട്ട് പറയുമ്പം പാവപ്പെട്ട ഹരിതസേനാംഗങ്ങൾ രാവിലെ മുതൽ അവർ ഈ വേസ്റ്റുമായിട്ട് നടക്കും. ഈ 60 രൂപ ഇല്ലാഞ്ഞിട്ടല്ല, ആ വലിയ ഫാമിലി 1000 രൂപ ഒരു ദിവസം പട്ടിക്ക് പാലും ബാക്കിയുള്ള ഇറച്ചിയും കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇത് സാധ്യമാകുന്നില്ല. പ്രിയപ്പെട്ട അനിൽകുമാർ പറഞ്ഞതുപോലെ ഈ ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നോക്കുന്ന അവസരത്തിൽ ഇപ്പോൾ കൊടുവൂരാറിൻ്റെ തീരം, സ്കൈലൈൻ്റെ മുഴുവൻ ടോയ്ലറ്റുകൾ, സ്കൈലൈൻ അല്ല, കോൺഫിഡൻ്റ് അല്ല, എല്ലാവരുടെയും അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് ഈ മീനച്ചിലാറിലോട്ടും കൊടുവൂരാറിലോട്ടും വെച്ചിട്ട് ആ വെള്ളമാണ് പേരൂർ പമ്പ് ഹൗസിൽ പോയി ഞാനും നിങ്ങളും വീണ്ടും റീപ്രോസസ് ചെയ്ത് കുടിക്കുന്നത്. ഇത് വളരെ യാഥാർത്ഥ്യമായ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് എടുത്ത് പരിശോധിച്ചാൽ വളരെ ഭീകരമായ അവസ്ഥയിലാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടത്. എല്ലാവരുടെയും ടോയ്ലറ്റിൻ്റെ ലാസ്റ്റ് എൻഡിങ് പോയിൻ്റ് നമ്മുടെ നദികളായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ചിന്ത തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മളിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ചിന്ത തുടങ്ങുന്നത്. നമ്മൾ പൗരന്മാർ തന്നെയാണ് ഈ വിഷയത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും കഞ്ഞിക്കുഴിയിൽ നിന്ന് കോട്ടയം നഗരത്തിലേക്ക് എത്തണമെങ്കിലും, കോടിമതയിൽ നിന്ന് തിരുനക്കരയിലേക്ക് എത്തണമെങ്കിലും, നാഗമ്പടത്ത് നിന്ന് കോട്ടയത്തേക്ക് എത്തണമെങ്കിലും 1-2 മണിക്കൂർ നിൽക്കേണ്ടി വരുന്ന കോട്ടയംകാരൻ പാലാ നോക്കി പഠിക്കണം, ചങ്ങനാശ്ശേരി നോക്കി പഠിക്കണം, ബൈപ്പാസ് ഉണ്ട് അവിടെ. തിരുവല്ലയിൽ ബൈപ്പാസ്, വളരെ വലിയ ബൈപ്പാസ് വന്നിരിക്കുന്നു, കോട്ടയം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നഗരസഭയിൽ പുതിയ ചെയർമാൻ്റെ നേതൃത്വത്തിൽ കോട്ടയം ആർക്കിടെക്ട് ഫൗണ്ടേഷൻ അവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വികസന കോട്ടയത്തെക്കുറിച്ചിട്ടുള്ള ഒരു വലിയ ശില്പശാല, എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും കൂടുതൽ ഈ ടീമിന് കൊടുക്കാൻ കാണും. കാരണം തിരുനക്കരയിൽ പഴയ പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പൊളിച്ചു പണിയാനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 3-4 മാസത്തിനകം അതിൻ്റെ DPR സാങ്ഷനായി കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ മാറുന്ന കോട്ടയത്തിൻ്റെ മുഖച്ഛായയായി മാറേണ്ട ഒരു വലിയ കെട്ടിടമാണ് അവിടെ വരേണ്ടത്. കാരണം പഴയ തിരുനക്കര മൈതാനം നമുക്കറിയാം, ഇന്ന് വീണ്ടും വളരെ പെട്ടെന്ന് ഒരു അന്നത്തെ മുനിസിപ്പൽ കൗൺസിൽ തിടുക്കപ്പെട്ട് കാട്ടിക്കൂട്ടിയ ഒരു കോപ്രായം ഇന്ന് നമുക്ക് കാണാം. നായ്ക്കളും സാമൂഹ്യ വിരുദ്ധരും ഒക്കെയായി ആ മൈതാനം വീണ്ടും അവിടെ അത് ആധുനികമായ നിലയിൽ വലിയ സൗകര്യങ്ങളോടുകൂടി, പാർക്കിങ്ങോടുകൂടി, ഒരു ഇൻഡോർ ഔട്ട്ഡോർ സംവിധാനത്തോടുകൂടി പണിയേണ്ടിയിരുന്ന ആ തിരുനക്കര മൈതാനം ഇന്ന് വീണ്ടും ഒരു പറമ്പായി മാറിയിരിക്കുകയാണ്. അപ്പുറത്ത് ഇനി നഗരസഭ പണിയാൻ പോകുന്ന, ഞാൻ കൂടി അംഗമായിട്ടുള്ള നഗരസഭ പണിയാൻ പോകുന്ന പുതിയ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ നഗരസഭയുടെ ഇതൊക്കെ വളരെ ധൃതിപ്പെട്ട് എൻ്റെ കാലഘട്ടത്തിൽ നടത്തണം എന്നുള്ള ഓരോ രാഷ്ട്രീയക്കാരൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ പല അബദ്ധങ്ങളും കെട്ടിപ്പൊക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യവും കൂടി ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ്. മറ്റൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് കോട്ടയം നഗരത്തെ അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി 50 കോടി രൂപ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോട്ടയം നഗരത്തിലെ ഓടകളടക്കം ക്ലീൻ ചെയ്യാനായിട്ട് 50 കോടി രൂപ കോട്ടയം നഗരത്തിന് അനുവദിച്ചതാണ്. ഇന്ന് അതിലാകെ ചെലവഴിച്ചിരിക്കുന്നത് 9 കോടി രൂപയാണ്. കാരണം ആ പണം ചെലവഴിക്കണമെങ്കിൽ അതിന് പദ്ധതി വേണം. ആ പദ്ധതിക്ക് അനുസൃതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റ് വെച്ച് ആ പ്രൊജക്റ്റ് അംഗീകരിച്ചത് പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് അതിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ മാത്രമേ ആ ഫണ്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ കോട്ടയത്തെയും അമൃത് പദ്ധതിയിൽ പെടുത്തിയിട്ടുണ്ട്. 41 ലക്ഷം രൂപ ഇത്ര കാലമായിട്ട് ആ കോടി രൂപ അമൃത് പദ്ധതിയിൽ കോട്ടയത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് കോട്ടയത്തിൻ്റെ അവസ്ഥ. ഞാൻ
ചുരുക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരെയും പോലെ ദേശീയ ജനാധിപത്യ സഖ്യവും ആഗ്രഹിക്കുന്നു. കേരളത്തോടൊപ്പം കോട്ടയവും വളരണം, കോട്ടയവും മാറണം. കോട്ടയത്തിൻ്റെ വികസന സാധ്യതകൾക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണം. ഇവിടെ ബൈപ്പാസുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. പ്രായോഗികമായ ബൈപ്പാസുകൾ പറയുന്ന അവസരത്തിലും അത് പ്രായോഗികമായ തലത്തിലേക്കുള്ള ബൈപ്പാസുകൾ ഈ നഗരത്തിൽ രൂപപ്പെടണം. നമ്മുടെ നെഹ്റു സ്റ്റേഡിയം കേന്ദ്ര ഗവൺമെൻറ്റിന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളുണ്ട്. അത് ആധുനിക രീതിയിൽ നമുക്ക് നിർമ്മിക്കപ്പെടണം. ആകാശപാത പോലുള്ള അബദ്ധപാതകൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഡിസൈനിലുള്ള കോട്ടയം ഈ നഗരത്തിൽ രൂപം കൊള്ളണം. ഏറ്റവും പ്രധാനം ഇവിടെ ഇരിക്കുന്നവരെ ബാധിക്കുന്ന കാര്യമല്ല എന്നും എനിക്ക് ബോധ്യപ്പെടുന്നു. കുടിവെള്ളക്ഷാമം പടിഞ്ഞാറൻ മേഖലകളിൽ, അതുപോലെ തന്നെ പനച്ചിക്കാട് പഞ്ചായത്ത്, വിജയപുരം പഞ്ചായത്തിലൊക്കെ വേനൽക്കാലമായി കഴിഞ്ഞാൽ ജനം നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് കുടിവെള്ളക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനും ഈ നഗരത്തിനൊരു പദ്ധതി വേണം. ആ പദ്ധതിയെക്കുറിച്ച് ഇരുന്നു ചിന്തിക്കാനല്ല പല രാഷ്ട്രീയ നേതൃത്വവും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടു ന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം ഞങ്ങളുടെ പ്രകടന പത്രിക, ഞങ്ങളുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, രാഷ്ട്രീയക്കാരനല്ല. വളരെ വ്യക്തമായ ഒരു പദ്ധതി ഈ നാടിൻ്റെ വികസനത്തിന് രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ കൃത്യമായി എന്താകണം കോട്ടയം, അതെനിക്ക് ഔദ്യോഗികമായിട്ട് ഇവിടെ പറയാനായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മുന്നിൽ വന്നത് കാഴ്ചപ്പാടുകളാണ്. പക്ഷേ എന്തായിരിക്കും കോട്ടയം എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് ഞങ്ങളുടെ പ്രകടന പത്രികയിലൂടെ ഓരോ ഭവനങ്ങളിലും എത്തുന്നുണ്ടാകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഹരികുമാർ വളരെ ചെറിയ സമയം കൊണ്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. വളരെ നല്ല കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം രണ്ടുപേരുടെയും ഇത് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ ചിന്തകളിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യമാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് നമ്മുടെ ഓരോ ഗ്രൂപ്പിനെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ അവരെ വന്നൊന്ന് റെസ്പോൺസ് ഒന്ന് പറയുകയാണെങ്കിൽ അത് തുടങ്ങാം. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ക്വസ്റ്റ്യൻസ് ഞങ്ങളിവിടെ ഓൾറെഡി ഡിസൈഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലായിട്ട് ഇനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണില്ല. ഐ തിങ്ക് a lot of these things have been covered. പക്ഷേ another thing that ഞങ്ങളെല്ലാവരും പറയുന്നത്, അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്സിലാണ് ഇപ്പം കേരളം ആക്ച്വലി ഇൻകം ഗെയിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്പൈസസ് ഫ്രം ഇടുക്കി ടു നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം വിഴിഞ്ഞത്തുനിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസിയറായിട്ടും കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ടും ഇൻലൻഡ് വാട്ടർവേസ് യൂസ് ചെയ്യാനായിട്ടും ഇവിടെ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ് പണിയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ബിക്കോസ് നമ്മൾ അഗ്രികൾച്ചർ പറയുന്നുണ്ട്, നമുക്കിവിടെ ഇൻലൻഡ് വാട്ടർവേസ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്താണ് ഫാസ്റ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക? ദർ വിൽ ബി സം സോർട്ട് ഓഫ് എൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഹാപ്പനിങ്. നമസ്കാരം സാറേ, എൻ്റെ പേര് ജോർജ് കുട്ടി. ലൂർദ് ഫൊറോന പള്ളിയെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ലൂർദ് ഫൊറോനയെ പറ്റിയല്ല ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കഞ്ഞിക്കുഴിയുടെ വികസനത്തിനെക്കുറിച്ചാണ്. സാറതിനെ ആമുഖമായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അതിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും കഞ്ഞിക്കുഴിയിലെ ഇപ്പോഴത്തെ ഞങ്ങൾ അനുഭവിക്കുന്ന ട്രാഫിക്ക് അത് എന്ന് തീരും? ഞങ്ങളൊരു കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങളിതിങ്ങനെ രണ്ട് ഗവൺമെൻറ് മാറി വന്നപ്പോഴും ഞങ്ങളിങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കിയിരുന്നതാണ്. കഞ്ഞിക്കുഴിയിലെ ട്രാഫിക് ഇന്ന് മാറും നാളെ മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് പീക്ക് ടൈമിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റെങ്കിലും ഞങ്ങൾ എടുക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കടന്നു വന്നിട്ട് ഞങ്ങൾ ടൗണിൽ വന്നിട്ട് കാര്യം സാധിച്ച് പോകേണ്ടതിന് 45 മിനിറ്റൊക്കെയാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പം അത്
സാറിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് KCCയുടെ എക്സ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഏബ്രഹാം കുര്യാക്കോസ്. ഞങ്ങൾ വ്യവസായ സംഘടനയെ, വ്യവസായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, വ്യവസായ വികസനം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നിലവിൽ കോട്ടയത്ത് 4 പ്രധാനപ്പെട്ട വ്യവസായ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളാണ് ഉള്ളത്. ചങ്ങനാശ്ശേരി, പൂവന്തുരുത്ത്, ഏറ്റുമാനൂർ, പിന്നെ ഇവിടെയുള്ള ടൗൺ മുനിസിപ്പൽ പാർക്ക്. ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് വ്യവസായങ്ങൾ. പക്ഷെ അതിനൊക്കെ സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അത് പല പ്രാവശ്യമായിട്ട് ഇവിടെ MLA ആകുന്ന വ്യക്തികൾ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ ആശയങ്ങൾ കേൾക്കുകയും അത് ഗവൺമെൻറ് തലത്തിൽ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൂടാതെ ഈ വ്യവസായ എസ്റ്റേറ്റുകൾ കൂടാതെ പുറത്ത് ടൗണിൽ നിന്ന് വിട്ട് ഉൾഭാഗങ്ങളിലോട്ട് ഈ ചെറിയ ചെറിയ വ്യവസായം, ഇപ്പം സൂക്ഷ്മ വ്യവസായങ്ങൾക്കാണ് ഇവിടെ ചാൻസസ് കൂടുതൽ. കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഒരുപാട് കൂടുതലായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ സൂക്ഷ്മ വ്യവസായങ്ങളാണ് ഇവിടെ ഏറ്റവും പെട്ടെന്ന് പ്രാവർത്തികമാക്കാവുന്നതും നമുക്ക് മുമ്പോട്ട് തൊഴിലവസരങ്ങളും സംരംഭകർക്കും ഒക്കെ സഹായകരമായിട്ടുള്ള കാര്യം. അത് ഉൾനാടൻ ഭാഗങ്ങളിലേക്കാണ് നമുക്ക് സ്ഥലങ്ങൾ കണ്ടെത്തി അങ്ങോട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണക്ടിവിറ്റി, റോഡ് സൗകര്യം, പവർ, പിന്നെ സാമ്പത്തിക സഹായവും. ഈ 3 കാര്യങ്ങളും പ്രാവർത്തികമാക്കി അതൊക്കെ ഒരു വ്യവസായ വികസനത്തിന് സഹായകരമായിട്ടുള്ളൊരു നിലപാട് എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. താങ്ക് യു. JCI മണ്ണാർക്കാട് പ്രസിഡന്റ് മിസ്റ്റർ ബിനോയ് കുമാർ. എന്നോട് പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചറിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കേണ്ടത്, സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത്. അഗ്രികൾച്ചർ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളെ ഉൽപ്പാദിപ്പിക്കുന്നത് സംബന്ധിച്ചൊക്കെ നമ്മൾ വരാതെ സംസാരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ അഗ്രികൾച്ചർ പോളിസി വെച്ച് നമുക്ക് ഈ കാര്യങ്ങൾ കേരളത്തിൽ മൊത്തം ഈ അഗ്രികൾച്ചർ ഇൻപുട്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു പോളിസി കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അന്നേരം കൾട്ടിവേഷനിൽ വരുത്തേണ്ട നൂതനമായ മാർഗങ്ങളും അത് കോട്ടയത്ത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് റബ്ബറിൻ്റെ ഉൽപ്പാദനമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ തന്നെ നെല്ല്, ഇത് രണ്ടുമാണ്. നെല്ലിൻ്റെ കാര്യത്തിൽ നെല്ല് യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് അത് യഥാസമയം നെല്ലെടുത്തുകൊണ്ട് പോയി അവർക്ക് പൈസ കിട്ടാത്ത അവസ്ഥയും, അതേപോലെ തന്നെ റബ്ബറിൻ്റെ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങളുടെ അഭാവവും, ഇത് രണ്ടും കോട്ടയത്തെ നേരിടുന്നതാണ്. അത് കോട്ടയം ഓളായിട്ട് എടുക്കാൻ നമുക്ക്, അത് കോട്ടയം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് അല്ല ഇത് പറയുന്നത്. ഭരണത്തിലെത്തുന്ന ഏത് പാർട്ടിയിലുള്ള ആളുകളാണേലും അക്കാര്യത്തിൽ ഉള്ള നയം എന്താണെന്ന് പറയുന്നത് ഉപകാരമായി. താങ്ക് യു. അടുത്തായിട്ട് ചെറിയൻ വർഗീസ് സർ. സാഹിത്യം സംസ്കാരത്തെ പറ്റി ഒരു ചിന്തയെ പങ്കുവയ്ക്കണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് നഗരം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന അംഗീകാരം 2023 നേടിയെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ്. എന്നാൽ കോട്ടയം ഈ രംഗത്ത്, പ്രത്യേകിച്ച് ലാൻഡ് ഓഫ് ലിറ്ററേച്ചർ എന്നറിയപ്പെടും. ഈ രംഗത്ത് അച്ചടി, സാഹിത്യം, വിദ്യാഭ്യാസം, ഈ 3 മേഖലയിൽ മറ്റൊരു ജില്ലയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പൈതൃകമുള്ള ഒരു നാടാണ്. അച്ചടിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ആദ്യകാല വർത്തമാന പത്രങ്ങൾ ആരംഭിച്ചത് കോട്ടയത്താണ്. സാഹിത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ജീവിച്ചത് ആലപ്പുഴ ജില്ലയിലാണെങ്കിലും തകഴിയുടെയൊക്കെ പ്രവർത്തന മേഖല കോട്ടയത്ത് തന്നെയായിരുന്നു. നമ്മുടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രവർത്തന മേഖല ഏറെക്കാലം കോട്ടയത്ത് തന്നെയായിരുന്നു. DC കിഴക്കേമുറി, നിരവധി സാഹിത്യകാരന്മാർ, അതെ, പി ഭാസ്കർ, അങ്ങനെ നിരവധി ആളുകൾ. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന KR മീര കോട്ടയത്ത് തന്നെയാണ്. അപ്പോൾ സാഹിത്യം, 3 വിദ്യാഭ്യാസം, നേരത്തെ ഇവിടെ അനിൽകുമാർ സൂചിപ്പിച്ച പോലെ CMS കോളേജിൻ്റെ ഒരു പൈതൃകം. അപ്പോൾ അച്ചടി, സാഹിത്യം, വിദ്യാഭ്യാസം, ഈ 3 മേഖലയിൽ
കോട്ടയത്തിനുള്ള ആ ഒരു പൈതൃകം ഒരു ബ്രാൻഡാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ പുതിയ തലമുറയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന വലിയ ബ്രാൻഡാക്കി മാറ്റാൻ കഴിയും. ആ മേഖലയിൽ എന്ത് കാഴ്ചപ്പാടാണുള്ളത്, എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്ത പങ്കുവെച്ചാൽ കൊള്ളാം. താങ്ക് യു. അടുത്തതായിട്ട് ടെന്നീസ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ ജോർജ് തോമസ്. കോട്ടയം ഡിസ്ട്രിക്ട് ടെന്നീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ ഞാൻ എപ്പോഴും കളിക്കുന്ന ഒരാളാണ്, കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിലെ നമ്പർ 1 ആണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ സ്പോർട്സ് അസോസിയേഷനുമായിട്ട് വളരെ ചേർന്ന് പ്രവർത്തിച്ചു. നമ്മുടെ കോട്ടയത്ത് സ്പോർട്സ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വളരെ ശ്രമിച്ചു. പക്ഷേ വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാമല്ലോ, ഇവിടുത്തെ പല പ്ലേ ഗ്രൗണ്ടുകൾ വെറുതെ കിടക്കുന്നു, ചിലത് കാട് പിടിച്ച് കിടക്കുന്നു. അയ്മനത്തോളം ഒരുപാട് പൈസ മുടക്കി ഉണ്ടാക്കി, പക്ഷേ അത് ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. എന്നാൽ കളിക്കാർക്ക് ചെന്ന് കളിക്കാൻ ചോദിക്കുമ്പോൾ തുറന്നു കിടക്കുന്നത് വിട്ട് തുറന്നു കൊടുക്കുന്നുമില്ല, അവിടെ കളിപ്പിക്കുന്നുമില്ല. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് ഞങ്ങളൊരു പ്രപ്പോസൽ നവകേരളയ്ക്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ കോപ്പി ഞങ്ങൾ എല്ലായിടത്തും കൊടുത്തു, MLAയ്ക്കും എല്ലാം കൊടുത്തു. അത് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ വളരെ നന്നായിരിക്കും. നമ്മുടെ ആരോഗ്യപരമായി വളരെ താഴ്ന്നിരിക്കുകയാണ്. നമുക്കത് മേളോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. എന്നാലേ ഈ പറഞ്ഞ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ. നിങ്ങൾ അതിന് സംസാരിച്ചുകൊണ്ട് ഇരുന്നോളൂ. താങ്ക് യു. എൻ്റെ പേര് ഇബ്രാഹിം. ഞാൻ കോട്ടയം പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കൂടാതെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ വൈസ് ചെയർമാനും കോട്ടയം സിറ്റിസൺസ് ക്ലബിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട അനിലേട്ടൻ ഇവിടെ സംസാരിച്ചതുപോലെ അനിലേട്ടൻ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ വിദ്യാഭ്യാസ കാലം തൊട്ട് നമ്മളെ ഒരു സഹോദരനെ പോലെ കൊണ്ടുനടന്നൊരു അപ്പം സംസാരിക്കുന്നത് നമുക്കിപ്പോൾ കോട്ടയം പോർട്ടുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ 103 കോടി രൂപയുടെ ഒരു വികസനം, അതല്ലെങ്കിൽ പഴുക്കാനിലം ക്ലിയറൻസിന് അനുവദിച്ച് തന്നത് തന്നെ വലിയൊരു താങ്ക്സ് പറയേണ്ട കാര്യമുണ്ട്. കാരണം ദേശീയ ജലപാത 9-3 വഴി യാത്ര ചെയ്യുമ്പോൾ ഈ പഴുക്കാനിലം നമ്മൾ ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഏകദേശം 1.25 മണിക്കൂർ ലാഭം കിട്ടും. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ പിന്നെയും ഒരു 700 രൂപ കുറയുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ. അതിന് വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നത്. എത്രയും പെട്ടെന്ന് പ്രായോഗികമാട്ടെ എന്നാണ്. ഇത് ഇലക്ഷന് കുറച്ച് നാൾ മുമ്പാണ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് വലിയൊരു പോപ്പുലാരിറ്റി കിട്ടിയില്ല, പക്ഷേ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ടെൻഡർ വിളിച്ചു. അതെ, മുഖ്യമന്ത്രി തന്നെയാണ് പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടുകൂടി വളരെയധികം മാറ്റങ്ങളാണ് ഇനിയും കോട്ടയത്തിന് വരാൻ ഉണ്ടാകുന്നത്. കാരണം മധ്യ തിരുവിതാംകൂറിലെ ഏക കസ്റ്റം സ്റ്റേഷൻ എന്ന് പറയുന്നത് കോട്ടയം പോർട്ടാണ്. വിഴിഞ്ഞം പോർട്ടിൽ കസ്റ്റം സ്റ്റേഷൻ ഉണ്ടാകില്ല. അപ്പോൾ കസ്റ്റംസിൻ്റെ പ്രൊസീജിയേഴ്സ് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്റ്റാക്കിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. ഓൾറെഡി വിഴിഞ്ഞം പോർട്ടുകാർ നമ്മളെ സന്ദർശിച്ചു, കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്കിവിടെ ഉണ്ടായില്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ചുറ്റുപാടും പിന്നെ മറ്റൊരു ബ്ലോക്കിലേക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഇത്രയും കണ്ടെയ്നർ ഇപ്പോൾ തിരുപ്പൂർ തൊട്ടുള്ള കണ്ടെയ്നറുകൾ നമ്മൾ കോട്ടയത്ത് കൊണ്ടുവന്ന് കസ്റ്റംസ് കഴിഞ്ഞിട്ട് പോകാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ തുടങ്ങി. അപ്പം അതിലേട്ട് പറഞ്ഞതുപോലെ തന്നെ സാറിനോടും കൂടെ കൗൺസിലർ എന്ന നിലയ്ക്ക് സാറിനോട് കൂടെ പറയാനുള്ളത്, നമുക്കൊരു പാരലൽ റോഡ് കണക്റ്റിംഗ് ടു ദി ഈ പുതുതായിട്ട് വരുന്ന നാഷണൽ ഹൈവേയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടെത്തേണ്ടത് അത്യാവശ്യ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് വേറൊരു സജഷൻ എന്ന് പറയുന്നത്, വിഴിഞ്ഞത്തിനോടനുബന്ധിച്ച് വരുന്ന കണ്ടെയ്നറുകൾ സ്റ്റോർ ചെയ്യാനും പാക്ക് ചെയ്യാനും അതുപോലെ ആ സാധനങ്ങൾ സൂക്ഷിക്കാനുമായിട്ടുള്ള വെയർ ഹൗസുകൾ നമുക്കിവിടെ ആവശ്യമാണ്. അതുകൊണ്ട് ലോജിസ്റ്റിക്സ് ഹബ്ബ്, നമ്മുടെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഹബ്ബ് എന്ന് പറഞ്ഞ നമുക്കൊരു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സ്ഥലം ഓൾറെഡി നമ്മുടെ രാജീവ് മിനിസ്റ്റർ നമുക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കിട്ടിയാൽ ആധുനിക രീതിയിലുള്ള വെയർ ഹൗസും സ്റ്റാക്കിംഗ് പോയിൻറ്റും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും ബാക്കി കൂൾ റൂം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിനുള്ള നടപടി. അതുകൂടാതെ തന്നെ ഞാൻ CI കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദാവോസിൽ പോയ നമ്മുടെ ലോക വ്യവസായ സംഗമത്തിൽ വളരെയധികം CI കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചു. എല്ലാ പ്രവർത്തനങ്ങളിലും വളർച്ചയ്ക്കും CI എപ്പോഴും കൂടെ ഉണ്ടാവും. കോട്ടയത്തെ വികസനത്തിനാണെങ്കിലും CI എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നുള്ള നന്ദി. നമസ്കാരം. ഞാൻ KSSCയെ ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾ ഞങ്ങളെ വിട്ടുപോയെന്ന് തോന്നുന്നു. കേരളത്തിലെ ഗവൺമെൻറ് അംഗീകൃത ഏക സംഘടന. ഞങ്ങളെ ഒരിക്കലും മറന്നു പോകരുതായിരുന്നു. ഈ ഇരിക്കുന്നതിനേക്കാളുമേ
ഗവൺമെൻറ് അംഗീകൃത ഏക സംഘടന KSSI. അതിൻ്റെ ജില്ലയുടെ പ്രസിഡൻ്റാണ്. എനിക്ക് പറയാനുള്ളത്, കേരളം ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനമായിട്ടുണ്ട് വ്യവസായം എല്ലാ വിധത്തിലും, സൗഹൃദത്തിൽ. പക്ഷെ ഇത് പറയുമ്പോഴും ഇവിടെ ഉദ്യോഗസ്ഥ രാജ് ഇപ്പോഴും പല മേഖലകളിലും ഉണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ആ തലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി വിചാരിച്ചാൽ മതി ഈ പറയുന്ന എല്ലാ ലൈസൻസുകളും 3-3.5 കൊല്ലം കൊണ്ട് വാങ്ങിയാൽ മതി എന്നാണ് ഇവർ പറയുന്നെങ്കിലും ഒരു പഞ്ചായത്ത് സെക്രട്ടറി വിചാരിച്ചാൽ ആ സ്ഥാപനം പൂട്ടാൻ പറ്റും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇവരിലൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരാജ് മാറ്റണം. ഭരിക്കുന്ന ഭരണകർത്താക്കൾ മാക്സിമം എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിൽ വ്യവസായം വരാൻ വേണ്ടിയായിട്ട് ഈ ഉദ്യോഗസ്ഥരെ ബോധവാന്മാരാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോട്ടയം പോലീസ് സ്റ്റേഷന് അടുത്ത് തന്നെ ഒരു മുനിസിപ്പൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഈ കോടിമതയിൽ തന്നെ. ഞാൻ തിരുവഞ്ചൂർ സാർ വന്നതിന് ശേഷം സംസാരിക്കാമെന്നാണ് ഇദ്ദേഹത്തിനോട് പറഞ്ഞത്. എന്നാന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ സ്ഥാപിച്ചാണ് അവിടെ ഒരു ടൂറിസത്തിൻ്റെ ഒരു പ്രോജക്റ്റ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ എസ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നല്ല വീതിക്ക് 2 വാഹനം പൊയ്ക്കൊണ്ടിരുന്ന ഒരു റോഡ് അവിടെ ഉണ്ടായിരുന്നു. ഈ ടൂറിസത്തിൻ്റെ പ്രോജക്റ്റ് കൊണ്ടുവന്നപ്പം ഇപ്പം സംഭവിക്കുന്ന രാത്രി കാലങ്ങളിൽ കുറേ ക്രിമിനൽസ് രാവും പകലും അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വേറൊരു വണ്ടിക്ക് പോകാൻ മേലാത്ത രീതിയിലാണ് ഈ ടൂറിസത്തിൻ്റെ വികസനം വരുത്തിയിരിക്കുന്നത്. അത് എത്രയും വേഗം പൊളിച്ചു മാറ്റാനുള്ള ഒരു നടപടി വരുന്ന XY ഏത് MLA ആണെങ്കിലും അതിനൊരു ശ്രമം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും അടുത്തിവിടെയുള്ളത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ എസ്റ്റേറ്റ് എന്ന് പറയാം പൂന്തുരുത്ത് ID പ്ലോട്ട്. 40 ഏക്കറിലുള്ള എസ്റ്റേറ്റാണ്. ഏകദേശം 12 വർഷം മുമ്പ് അവിടെ 10 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തതാണ്. കേരള ഗവൺമെൻറ് 4 കോടി രൂപയും 6 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടാണ് ആ പ്രോജക്റ്റ് വന്നത്. പക്ഷേ ഇതേവരെ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് 4 കോടി രൂപ മുടക്കി എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ബാക്കി 6 കോടി തരുവുള്ളതാണ്. അപ്പോൾ എവിടെയാണ് തടസ്സം വന്നതെന്ന് ഊഹിച്ച് കാണുമല്ലോ. സംസ്ഥാന ഗവൺമെൻറ് അതിനകത്ത് താല്പര്യം കാണിക്കുന്നില്ല. ഇതേവരെ ആ എസ്റ്റേറ്റ് പണ്ട് കാലങ്ങളിൽ നിരന്തരം, എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ആ എസ്റ്റേറ്റിൽ കത്തലുണ്ടാവുമായിരുന്നു. ഇപ്പോൾ അതിന് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. എത്രയും വേഗം ആ എസ്റ്റേറ്റിൻ്റെ നവീകരണം പൂർത്തീകരിക്കാൻ അടുത്ത വരുന്ന ആരാണെങ്കിലും അതിന് ശ്രമിക്കണം എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ട്, സാറേ സമയം പറഞ്ഞിട്ട് കാര്യമില്ല, വ്യവസായിയെ പ്രതിനിധീകരിച്ചാണ്, മറ്റേ നമ്മുടെ ജഡ്ജി വടിയെടുത്തിരിക്കുന്ന പോലെ എടുക്കരുത്. അച്ഛന് തന്നെ അനുഭവമുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ ഇപ്പോൾ വരുന്നുണ്ട്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ തന്നെ 6 എസ്റ്റേറ്റ് അനൗൺസ് ചെയ്തു. ഈ എസ്റ്റേറ്റിൻ്റെ സ്ഥലം എടുക്കുമ്പോൾ തന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ സംഘടിക്കുക, ഇവിടെ പൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവുക. 15 ഏക്കർ സ്ഥലത്ത് ബിസിനസ് വരുമ്പോഴേ അവിടുത്തെ തൊഴിലാളി, അവിടുത്തെ യൂണിറ്റുകൾ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൊല്യൂഷൻ്റെ പ്രശ്നം പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. അച്ഛനും അതിനകത്ത് ഒരു സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അച്ഛനൊരു 15 ഏക്കർ എടുത്തേച്ച് മണ്ണെടുക്കാൻ പോലും പറ്റാതെ നിൽക്കുകയാണ്. അതേപോലത്തെ സംഭവം കോട്ടയം ജില്ലയിലും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പൊല്യൂഷൻ്റെ പേര് പറഞ്ഞ് സംഘടിക്കുന്ന ആ ജനത്തിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ സപ്പോർട്ട് കൊടുക്കരുത്. മനസ്സിലായില്ലേ? സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോഡി വരുമ്പം നമ്മുടെ ബഹുമാനപ്പെട്ട 2-3 കളക്ടർമാർ ഏതായാലും പറയുന്ന ഒരു കാര്യമുണ്ട്, വ്യവസായം വന്നാലല്ലേ ഉള്ളൂ പൊല്യൂഷൻ ഉണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിൽക്ക്, പൊല്യൂഷൻ ഉണ്ടാവുകയാണ് ഞാൻ ആ സ്ഥാപനം അടച്ചു തരാം. നല്ല മറുപടിയാണ്. എന്നാൽ പോലും അവിടെ വന്ന് ഈ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡൻ്റ് ഉള്ളവർ കിടന്ന് കാണിക്കുന്ന ഡാൻസ് കണ്ടാൽ നമുക്കിവിടെ വ്യവസായം ചെയ്യാൻ തോന്നത്തില്ല. ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ കുട്ടികളെല്ലാം നാട് വിടുവാന്ന്. അതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. അത് നമ്മൾ തന്നെ അതിന് കാരണക്കാരൻ. എന്നറിയുമോ, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ സ്ഥാപനം നടത്താൻ പോകുന്നു, രാവിലെ പോയി വൈകിട്ടായിരിക്കും തിരിച്ചില്ല, അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഊതിപ്പെരുപ്പിക്കരുത്. അത് നമ്മുടെ വീട്ടുപണിക്കും മുന്നിൽ വെച്ചിട്ട് വേണം പെരക്കകത്ത് കയറാൻ. ഭാര്യയോട് അവിടെ നടന്ന കാര്യത്തിന് ഒരു 10 ഇരട്ടിയാക്കി പറഞ്ഞു കഴിയുമ്പം ഭാര്യ അതിനെ 100 ഇരട്ടിയാക്കി മക്കളോട് പറയും, അപ്പൻ ഇന്ന് ഭ്രാന്ത് പിടിച്ചാൽ വന്നേക്കുന്നത്, ആ മക്കൾ ഇവിടെ വ്യവസായം ചെയ്യൂ, അത് നിങ്ങൾ തണുപ്പ് നോക്കി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാവിനെ തന്നെ കുറേ ലഘൂകരിച്ചാൽ ഇവിടെ വ്യവസായം വരും. പിന്നെ ഇവിടെ ഞങ്ങളുടെ ചെറുകിട വ്യവസായ മേഖലയിൽ ബാങ്കുകളുടെ ഒരു ചിറ്റമ്മ നയം നടക്കുന്നുണ്ട്. 3 പേയ്മെൻറ്റ് മുടങ്ങി അന്നേരം അവൻ്റെ വീട് ജപ്തി ചെയ്യുക.
നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് അമേരിക്കയിലെ പ്രസിഡന്റിന് വട്ട് കയറിയിട്ട് 50% നികുതിയാക്കി. ഇവിടുത്തെ കയറ്റുമതി മൊത്തം പ്രശ്നമായിരുന്നു. അതൊന്ന് ഒതുങ്ങി വന്നപ്പോഴത്തേക്കിന് ഇപ്പോൾ യുദ്ധം തുടങ്ങി. ഇതെല്ലാം ഈ ചെറുകിട വ്യവസായ മേഖലയെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഈ 3 പേയ്മെൻറ്റ് പെൻഡിങ് ആയെന്ന് പറഞ്ഞ് ഉടനെ ബാങ്ക് ജപ്തി ചെയ്യാൻ പോകുന്ന ആ നടപടിയിലൊക്കെ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നോട്ടം വേണം. നമ്മളൊരു വീട് ജപ്തി ചെയ്യാൻ പോയാൽ ഇപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ അവർക്ക് എന്താണ് ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ അത് തുറന്നു കൊടുക്കുന്ന രീതി വരെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ ഒരു സമീപനം വ്യവസായികൾക്കും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നിന്നുണ്ടാകണം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. അനിൽകുമാറൊക്കെ എൻ്റെ പഴയകാല സുഹൃത്തുക്കളാണ്. നന്ദി, നമസ്കാരം. അടുത്തത് എബി പൊന്നാട്ട്. ഇപ്പം ബാക്കി നമുക്ക് പിന്നെ പറയാം. തിരുവഞ്ചൂർ സാർ വന്നതുകൊണ്ട് പറയാത്തേക്ക് നമ്മളുടെ കോട്ടയം പട്ടണത്തിൻ്റെയും കോട്ടയം കോൺസ്റ്റിറ്റ്യുവൻസിയും ഡെവലപ്മെൻറ്റാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 3 പേരിൽ 2 പേര് അതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒത്തിരി പേര് റെസ്പോൺസും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ച് ഞങ്ങൾ പറയുന്നതൊക്കെ. പലതും MLA ആയിരുന്ന ആളിന് അതിന് പറയാനുണ്ട്. നമ്മളെല്ലാ കാര്യത്തിനും സാറിനെ പ്രത്യേകമായിട്ട് ഒരു പബ്ലിക് ഡിബേറ്റ് അല്ലേ, ഒരു ആക്ഷൻ ഉണ്ടെങ്കിലേ കൗണ്ടർ ആക്ഷൻ വരൂ. അപ്പോൾ ഒരു പബ്ലിക് ഡിബേറ്റ് അല്ലേ, ഇവരുടെ മനസ്സ് എന്താണെന്ന് അറിഞ്ഞെങ്കിലേ എനിക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? അതിനേക്കാൾ അഡീഷൻസോ അതിൽ ഡിലീഷൻസോ എന്തെങ്കിലും വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇവർക്കൊരു സാധ്യത കൊടുക്കൂ. ഇവരാദ്യം സംസാരിക്കല് ക്വസ്റ്റ്യൻസോ സംസാരമോ എന്ത് വേണമെങ്കിലും അത് പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ റിയാക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളേറ്റവും അവസാനം പറഞ്ഞ ഇൻഡസ്ട്രീസാണ് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം. സാർ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ആ കാര്യം ഒന്ന് പറഞ്ഞോട്ട്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസ് ഞങ്ങൾ 3-4 ആളുകൾ റെസ്പോൺസ് കഴിഞ്ഞു. പ്രത്യേകിച്ച് CIAയുടെ വന്നു, അതുപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീസ് വന്നു, അതുപോലെ തന്നെ അഗ്രികൾച്ചറിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിവിടെ. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇൻഡസ്ട്രീസിനെ ഒന്നുകൂടെ പറഞ്ഞിട്ട് അത് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടത്തക്ക വിധത്തിലേ പറഞ്ഞു സാറേ. സർ, ഞാൻ KSSAയുടെ ജില്ലാ പ്രസിഡന്റ് അറിയാലോ, ദിലീപ് കുമാർ. ഞാനിവിടെ എല്ലാം വിശദീകരിച്ചായിരുന്നാലും ഒന്നും കൂടെ രാജസ്ഥാന്റെ ശ്രദ്ധയിലേക്ക്. നമുക്കിവിടെ ഈ നാട്ടിൽ ഉദ്യോഗസ്ഥ രാജ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാർ ഒന്ന് ശ്രദ്ധിച്ചോളാം. എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ അതുപോലെയുള്ളവർ ഇപ്പോഴും നിയമം കയ്യിലെടുക്കുന്നുണ്ട്. ഗവൺമെൻറ് നല്ല സമീപനമാണ് ഞങ്ങളോട് കാട്ടുന്നത്. വരുന്നതും മുന്നും എല്ലാം തന്നെ പറയാം. പക്ഷേ ഇപ്പോഴും ഉദ്യോഗസ്ഥർ അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് 3.5 കൊല്ലം കൊണ്ട് ലൈസൻസുകളൊക്കെ സമ്പാദിച്ചാൽ മതി എന്നാണ് നിയമവും ചട്ടമൊക്കെ പറയുന്നത്. പക്ഷേ ഈ 3.5 കൊല്ലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇതുപോലുള്ള ഒരു പഞ്ചായത്ത് സെക്രട്ടറി വിചാരിച്ചാൽ ഞങ്ങളുടെ സ്ഥാപനം അടച്ചുപൂട്ടാൻ പറ്റും. ഈ 3.5 കൊല്ലം കൊണ്ട് അവനവൻ്റെ വീട്ടിലെ ഭാര്യയുടെ സ്വർണം വരെ ചിലപ്പോൾ പണയപ്പെടുത്തിയായിരിക്കും ഈ 3.5 കൊല്ലം കൊണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനകത്തൊരു ആത്മഹത്യ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് ആ ഉദ്യോഗസ്ഥ രാജ് മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ മുനിസിപ്പൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നമ്മുടെ ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷന് അടുത്തുള്ള ഞങ്ങളുടെയൊക്കെ ഓഫീസിലേക്ക് പോകുന്ന അവിടെ ഒരു പ്രൈവറ്റ് ചെറിയൊരു എസ്റ്റേറ്റാണ്. പക്ഷേ അവിടെ ടൂറിസത്തിൻ്റെ കാര്യത്തിനായിട്ട് അവിടെ കെട്ടി കുറേ ഇതൊക്കെ ലൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വന്നതിന് ശേഷമേ 2 വണ്ടി ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അവിടെ 2-3 പാഴ്സൽ സർവീസുകളൊക്കെ ഉള്ളതാണ്. വലിയ ലോറികൾ വരുമ്പം ഞങ്ങളുടെ കാറ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ റിവേഴ്സ് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. ദയവ് ചെയ്ത് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ കോട്ടയത്തുള്ള കുറേ ക്രിമിനൽസ് വന്ന് അവിടെ ഇതിനകത്ത് ഇരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അനാശാസ്യം രാത്രികാലങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് വീതി കൂട്ടി തരണം. നമ്മുടെ ഓയിൽ പാമ്പിൻ്റെ മുമ്പിലത്തെ അവസ്ഥയെ ഞാൻ പറയുന്നത് എസ്റ്റേറ്റിൽ. അതിനൊരു മാർഗം സാർ തന്നെ സ്വീകരിക്കണം. അതുപോലെ തന്നെ പൂന്തുരുത്തിൽ ID പ്ലോട്ടിൽ കഴിഞ്ഞ 12 വർഷം മുമ്പ് മാണിസാറ് ധനമന്ത്രിയായിരുന്ന സമയത്ത് അനുവദിച്ചാണ് ഒരു 10 കോടി രൂപയുടെ പ്രോജക്റ്റ് അവിടുത്തെ നവീകരണം സംബന്ധിച്ച്. സംസ്ഥാന ഗവൺമെൻറ് 4 കോടി രൂപയും 10 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ്റുമായിരുന്നു അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടിയിരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് 4 കോടി രൂപ ഉപയോഗിച്ചതിന് ശേഷമേ ഞങ്ങളുടെ പൈസ തരുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് ഇതേവരെ ആ പണം തന്നിട്ടില്ല. അതുകൊണ്ട് ആ എസ്റ്റേറ്റ് പണ്ട് കാലങ്ങളിൽ സാറിന് ആഴ്ചയിൽ 2 പ്രാവശ്യം തീ കത്തുമ്പോൾ ഫയർഫോഴ്സ് വല്ല കൂട്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് 10 കൊല്ലം മുമ്പ്. ഇപ്പോൾ ആ അവസ്ഥയ്ക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ആ പണം
അടുത്ത വരുന്ന ഗവൺമെൻറ് എക്സ് ആരാണെങ്കിലും അത് കൊടുത്ത് അവിടെ പൂർത്തീകരണം നടത്തണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ കാരണം പറഞ്ഞൊക്കെ ബാങ്കുകൾ ഈ ചെറുകിട വ്യവസായ മേഖല ഒത്തിരി ദ്രോഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ ഉടനെ ബാങ്ക് വീട് ജപ്തി ചെയ്യുന്ന ഒരു രീതി വരുന്നുണ്ട്. അതിലെല്ലാം ഒരു മാറ്റം രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ നിങ്ങളുടെ ഒരു കടിഞ്ഞാണ് ഇതിനകത്തുണ്ടാകണം. അപ്പോൾ വീട് ജപ്തി ചെയ്യാൻ പോകുമ്പോൾ പാർട്ടികൾ അതിനകത്ത് ഇടപെടുന്നുണ്ടല്ലോ, അതേപോലെ വ്യവസായികൾക്കും ഒരു അനുകൂലമായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പറയാൻ കാര്യം എന്താ വെച്ചാൽ 3 പേയ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. ട്രംപിൻ്റെ ഒരു നിയമം വന്നപ്പം 50% നികുതി ആകുമ്പോൾ ഇവിടുത്തെ കയറ്റുമതി മേഖല വളരെ ബുദ്ധിമുട്ടായിപ്പോയി. ഇപ്പോൾ യുദ്ധം, ഇതൊന്നും ബാങ്കിന് അറിയണ്ട. 3 പേയ്മെൻറ്റ് അടച്ചില്ല അപ്പം തന്നെ ജപ്തി ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിന് ബാങ്കിൻ്റെ മേലൊരു കടിഞ്ഞാണിടണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ 6 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ എസ്റ്റേറ്റിന് സ്ഥലം എടുക്കുമ്പോൾ തന്നെ പരിസരവാസികൾ പൊല്യൂഷൻ്റെ പേര് പറഞ്ഞു വരിക. അവിടെ ഒരു വ്യവസായം തുടങ്ങാതെ എങ്ങനെ ഇവർ പൊല്യൂഷൻ ഉണ്ടെന്ന് പറയും? ഏതായാലും നല്ല സമീപനമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന 1-2 കളക്ടർമാർ അതിനോട് യോജിക്കുന്നില്ല. അവർ അന്നേരം തന്നെ ആൻസർ ചെയ്യും, വ്യവസായം വരട്ടെ, പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനത് പൂട്ടിച്ചു തരാം. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ അതിൻ്റെ കൂടെ അനുകൂലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനൊരിക്കലും രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ കൊടുക്കരുതെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമുക്കിനിയും അടുത്ത ആളുടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവസാനം ഫോർ റെസ്പോൺസ് അടുത്ത് പറയാനുള്ളത്. അടുത്തതായിട്ട് ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ മുൻ ചെയർമാൻ മിസ്റ്റർ എബി പൊന്നാട്ട്. PJ ജോസഫ് സാറ് ഇടതുമുന്നണിയുടെ മന്ത്രിയായിരുന്നപ്പോൾ കോട്ടയത്ത് നിന്നും കോടിമതിയിൽ നിന്നും ചേർത്തലിലേക്ക് NH 183യും NH 66ഉം കണക്ട് ചെയ്യുന്ന ഒരു പാത ഡിസൈൻ ചെയ്തിരുന്നു. ആ പാത കോടിമതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാടശേഖരങ്ങളിൽ കൂടി ഒരു ശകലം പോലും ജനവാസ മേഖലകളില്ലാതെ 100 മീറ്റർ വീതിയിൽ 2 സൈഡും കനാല് ഡ്രഡ്ജ് ചെയ്ത് അതിലെ മണ്ണ് ഡെവലപ്പ് ചെയ്ത് മണ്ണിട്ട് 2 സൈഡിലും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി റിസോർട്ടുകളും വില്ലകളും ഹോട്ടലുകളുമായിട്ട് പണിത് 19 കിലോമീറ്ററിന് ചേർത്തലയിൽ എത്തുന്ന രീതിയിലാണ് ആ റോഡ് വിഭാവനം ചെയ്തത്. 2000 വിഭാവനം ചെയ്ത ആ റോഡ് കല്ലിട്ട് ഒരു മലേഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് BOQ സൈൻ ചെയ്ത ഒരു പ്രോജക്റ്റ് ഇതുവരെ നമ്മുടെ സ്റ്റേറ്റുകളിലെ ഒരു ഗവൺമെൻറ്റിനും ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. മറ്റ് ഏത് സ്റ്റേറ്റിലാണേലും ഇത്രയും വന്ന ഒരു പ്രോജക്റ്റ് നടക്കാതെ പോകുന്ന പ്രശ്നമല്ല. ഇത് കോട്ടയത്തിൻ്റെ വികസനത്തിനും ഇന്ത്യയുടെ തന്നെ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായ കുമരകത്തിൻ്റെ വികസനത്തിനും വളരെ ഒരു നഷ്ടം വന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നുള്ളൂ. ഈ 19 കിലോമീറ്റർ ദൂരത്ത് 2 സൈഡിലും വ്യവസായ സ്ഥാപനങ്ങളോ ടൂറിസം റിസോർട്ടുകളോ വന്നിരുന്നെങ്കിൽ എത്ര നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങളും ഗവൺമെൻറ് ടാക്സ് ഇനത്തിൽ എന്തോ ഒരു വരുമാനം ഉണ്ടായിരുന്നതിന് എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റുകൾക്ക് നടത്താൻ പറ്റാതെ പോയി? അതുപോലെ തന്നെ ഞാൻ നമ്മുടെ MP ഫ്രാൻസിസ് ജോർജ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ DPR റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഇതിൻ്റെ ഫയലെടുത്ത് ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിയെ കാണുകയും അതിനുവേണ്ടി ഇമ്മീഡിയറ്റ് സ്റ്റഡി ചെയ്യാനായിട്ട് ഓർഡർ ഇടുകയും ചെയ്തു. പക്ഷേ പുതിയ നിയമങ്ങൾ വന്നപ്പോൾ, പരിസ്ഥിതി നിയമങ്ങൾ വന്നപ്പോൾ ഇത് നടക്കുകയില്ലെന്ന് മനസ്സിലായപ്പോൾ പുതിയ പ്രോജക്റ്റ് പ്രപ്പോസൽ വരികയും എലിവേറ്റഡ് ഹൈവേ മുളങ്കുഴിയിൽ നിന്നും ഏതാണ്ട് 60 കിലോമീറ്ററിന് കുണ്ടന്നൂർ എത്തത്തക്ക രീതിയിൽ വെറും 3 കിലോമീറ്റർ മാത്രമേ ലാൻഡിൽ കൂടെ പോകുന്നുള്ളൂ. ബാക്കി മുഴുവൻ എലിവേറ്റഡ് ഹൈവേ ആണ്. ഇതിൻ്റെ പ്രപ്പോസൽ സംസ്ഥാന ഗവൺമെൻറ്റിന് 6 മാസം മുമ്പ് കൊടുത്തിട്ട് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വളരെയധികം തടസ്സം നിൽക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിർമ്മാണ മേഖലയെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിലകൊള്ളുന്നത്. നിർമ്മാണ മേഖലയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ പ്രോഡക്റ്റാണ് ക്വാറി പ്രോഡക്റ്റ്. കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത് 3500-4000 ക്വാറികൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 400 ക്വാറികളാക്കി കുറയ്ക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം ഇവിടെ നിർമ്മാണ മേഖല വേണ്ട എന്നുള്ളതാണോ? അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പാറയും മറ്റ് എംസാൻഡുകളും നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിലസ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ ടൂറിസം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മലയോര മേഖലയിലെ
മലയോര മേഖലയിലെ എസ്റ്റേറ്റുകൾ ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കത്തക്ക രീതിയിൽ എസ്റ്റേറ്റുകൾ മാറ്റം വരുത്തുന്നതിനും ഭൂപതിവ് ചട്ട മറ്റു വിഷയങ്ങൾ, അതേപോലെ തന്നെ എസ്റ്റേറ്റുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ലാൻഡ് റിഫോം ആക്ട്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ വികസനം വരുന്നതിന് വേണ്ടി ഫെയർ വാല്യൂയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും വളരെയധികം കൂടി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മേഖല വളരെയധികം തകർന്നിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും കുറവ് വരുത്തി റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് എന്തെങ്കിലും ഉണർവ് തരുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കുമോ? ഇത്രയും എനിക്ക് ചോദിക്കുവാനുള്ളൂ. താങ്ക് യു. നമുക്ക് ഇനിയും ആരൊക്കെയാണ് ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞേരെ. ഒരു മിസ്റ്റർ ലാൽ വർഗീസ്, റോട്ടറി. താങ്ക് യു സാർ. ഞാൻ റോട്ടറി ക്ലബിനെ പ്രതിനിധീകരിക്കുന്നു. റോട്ടറിയുടെ യുവജന സംഘടനയായ റോട്ടറി ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് ചെയർമാൻ കൂടെയാണ്. നമ്മുടെ ശരാശരി പ്രായം, ഇന്ത്യയുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് നമുക്കിന്ന് അറിയാം 68 വയസ്സാണ്. കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇന്ന് 78 വയസ്സാണ്. ഇന്നൊരു വലിയ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള ലൈവായിട്ടുള്ള ജനസംഖ്യയുടെ ഒരു ഭൂരിഭാഗം ഇന്ന് 50 വയസ്സിന് കൂടുതലുള്ള ആൾക്കാരാണ്. ഇവർക്കെല്ലാം ഉള്ള ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് സൊല്യൂഷനായിട്ട് ഇന്ന് എല്ലാവരും കാണുന്നത് വൃദ്ധസദനങ്ങളാണ്. അതിന് പകരമുള്ള ഒരു ബദൽ നിർദ്ദേശം ഇവിടെ ഷെയർ ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് രാജ്യത്ത് എമ്പാടും കേൾക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തെമ്പാടും പ്രത്യേകിച്ച് വെൽനസ് റെവല്യൂഷനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ GDPക്ക് പറയുന്നത് സംസാരിക്കുന്നത് ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സിനെ പറ്റിയൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ വൃദ്ധരെന്ന് പറയുന്നില്ല, സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹെൽത്ത് പാർക്ക്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അണ്ണാനഗർ ടവർ പാർക്കിനെ പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ കാണുന്ന കബൻ പാർക്കിനെ പോലെയുള്ള നമ്മുടെ നഗരത്തിന് ഉള്ളിലുള്ള ഒരു കാട് പോലെയുള്ള ആൾക്കാർക്ക് ഒരുമിക്കാനും കൂടുവാനും നടക്കുവാനും, അതുപോലെ തന്നെ സൈക്ലിംഗ്. ഇന്ന് ഒരുപാട് ആൾക്കാർ സൈക്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒരു 10-12 കിലോമീറ്ററൊക്കെയുള്ള ഒരു സൈക്ലിംഗ് ട്രാക്ക് ഉൾപ്പെടെയുള്ള ഒരു ഹെൽത്ത് ക്ലബിൻ്റെ ആവശ്യകതയിലേക്ക് ഒരു നിർദ്ദേശം ഞങ്ങൾ വെക്കുകയാണ്. താങ്ക് യു. വെരി ഗുഡ്. ഇനി അടുത്ത പറഞ്ഞു നമ്മുടെ വ്യവസായത്തിൻ്റെ ഒന്ന് പറഞ്ഞോ പെട്ടെന്ന്. കളക്ട്രേറ്റിൽ സിംഗിൾ വിൻഡോ ഇവിടെ പറഞ്ഞ ക്ലിയറൻസിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് കളക്ടറാണ് അധ്യക്ഷത വഹിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അവിടെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഇവിടെ ബഹുമാനപ്പെട്ട MLA ആരാണെന്ന് MLA-മാർ ആ മീറ്റിങ്ങിൽ ഒന്ന് സന്നിഹിതരാകാമെങ്കിൽ ഈ ഇവിടുത്തെ പ്രശ്നങ്ങൾ പകുതി അവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ, നേരിട്ടുള്ള എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്, അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്നാന്നുള്ളത് MLA-മാർക്ക് നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ്. അത് തയ്യാറാകണമെന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. ശ്രമിക്കണമെന്ന് വിചാരിക്കും. അതെ, കാരണം MLA-മാരിവിടെ അതിനകത്ത് ഇപ്പോൾ കളക്ടറാണ് സാധാരണ എല്ലാത്തിനും സിംഗിൾ വിൻഡോയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ ഒരു കുഴപ്പം വരുന്നതെന്നു ചോദിച്ചാൽ ജനപ്രതിനിധിക്ക് കൂടുതൽ പ്രായോഗിക കാര്യങ്ങൾ അറിയാം. കാരണം മുഴുവൻ അദ്ദേഹമാണ്, കളക്ടർമാർ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ ഈ പ്രത്യേകിച്ച് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഞങ്ങൾ തുടങ്ങിയതാണ്, അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനൊരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഇപ്പോഴും അത് സിംഗിൾ വിൻഡോ എന്ന് പറയുന്നത് പല വിൻഡോകളാണ്. എല്ലാവരും കൂടി ഒരു വിൻഡോ ആയിട്ട് അവരെല്ലാം ഒന്നിച്ചു കൂടുന്നത് എന്ന് കൂടുമെന്ന് ചോദിച്ചാൽ കളക്ടർക്ക് സൗകര്യമുള്ള, കളക്ടർക്ക് വിട്ടും നേരമില്ലാത്തൊരു മനുഷ്യൻ ഇത്രയും. അത് ഞങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ് പറഞ്ഞത്. ഇൻഡസ്ട്രീസുകാരെല്ലാവരും പറഞ്ഞിരിക്കുക. അപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് നല്ലൊരു ഐഡിയയാണ്. പക്ഷേ ആ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉള്ള നിയമം ഉണ്ടാക്കണം. അതായത് അടുത്ത നിയമസഭയിൽ അത് നിയമമായിട്ട് വെച്ച് കഴിയുമ്പോൾ അതൊരു സിംഗിൾ വിൻഡോ ആകും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമുള്ളവർ വരികയും ചെയ്യും, അതിന് തീരുമാനങ്ങൾ വരികയും ചെയ്യും. ഇത് പറഞ്ഞില്ലയോ, മരം വെട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അസോസിയേഷൻകാർ വന്നേക്കുക. അവിടെ തൊട്ട് അങ്ങ് പ്രശ്നങ്ങളാണ്. മണ്ണ് എടുത്തുകൊണ്ട് പോയാലും കുഴപ്പം, മണ്ണെടുത്താലും കുഴപ്പം, എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. മണ്ണ് മാഫിയ എന്നൊക്കെ പേരിടുക, പക്ഷേ മണ്ണില്ലാതെ ഇവിടെ ഹൈവേ ഉണ്ടാകത്തില്ലെന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു കാര്യമാണ്, ഞാൻ പൊതുവേ ഒരു കാര്യങ്ങൾ പറയുകയാണ്. ഇനിയും അടുത്തതായിട്ട് തിരുവഞ്ചൂർ സാറാണ് ഇനി സംസാരിക്കേണ്ടത്. കാരണം യഥാർത്ഥമായിട്ട് അവരോട് പറയാൻ പറഞ്ഞു. 5ാം ക്ലാസ് തൊട്ട് ഞാൻ കോട്ടയം ടൗണിൽ വരുന്ന ആളാണ്. ഒരു പ്രോപ്പർ ഫുട്പാത്ത് കോട്ടയം ടൗണിലില്ല. നടക്കാൻ പെഡസ്ട്രിയൻസിന് സമാധാനത്തിൽ പോകാൻ പറ്റിയ നല്ല ഒരു പ്രോപ്പർ ഫുട്പാത്തില്ല. റോഡിൻ്റെ ഫുട്പാത്തിന് ഉള്ളിലേക്ക് കച്ചവടക്കാർ കയറുകയും ചെയ്യും. നടക്കാനുള്ള വഴിയും അവിടെ റെയിലിങ്ങും ഇല്ല. ചിലയിടത്താണെങ്കിൽ ചിലയിടത്താണെങ്കിൽ കവറേജ് ഇല്ല. എന്താ കോട്ടയം ടൗണിൻ്റെ അവസ്ഥ? ഇതിനൊരു മാറ്റം ആര് ഭരിച്ചാലും ഉണ്ടാക്കിത്തരണം.
നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സാറേ ഒരെണ്ണമുണ്ട് പറയാം. പണ്ട് വാസൻ സാർ എന്ന കാലത്ത് നാമ്പടത്ത് നിന്ന് ബസ് സ്റ്റോളിൻ്റെ അടിയിൽ കൂടെ ഈരക്കടവിലേക്ക് ഒരു റോഡ് ടൗൺ പ്ലാനിങ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണി തീരുകയാണെങ്കിൽ ഈ ടൗണിലെ തിരക്ക് ഒരുപാട് തീരും. രണ്ടാമത് തിരുവഞ്ചി സാറ് ഞങ്ങളുടെ എലിപ്പിക്കാട്ട് കടവിൽ നിന്ന് നാമ്പടത്തേക്ക് വരുന്ന മീനച്ചിലാറിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിൻ്റെ അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സാധാരണ ഒരു സംവാദങ്ങൾക്കകത്ത് നമ്മൾ വളരെപ്പോഴും ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകതയാണ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല ചെയ്യുന്നത്, ഒരു വികസനത്തെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി ഒരു പുതിയ ഡെവലപ്മെൻറ്റ്സ് മെത്തേഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സാറിന് ഇനി സംസാരിക്കാം. ബഹുമാന്യനായ മുളമൂട്ടിലച്ചൻ, സ്നേഹനിധിയായ ശ്രീ കെ അനിൽകുമാർ, പി അനിൽകുമാറിന് പകരമാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഹരി, മറ്റ് സ്നേഹനിധികളായ സഹോദരങ്ങളെ, ഇവിടെ ഈ പ്രപ്പോസല് ഞാൻ വന്നതിന് ശേഷം സംസാരിച്ച ആളുകളുടെയൊക്കെ ലൈവായിട്ട് തന്നെ കേട്ടു. അതിനേക്കാൾ മുമ്പും എന്തെങ്കിലും പുതിയ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാകാം, സജഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യണം. സാധാരണ നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള ചർച്ചകൾ ധാരാളം വരാറുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനം എന്നുള്ള നിലയിലല്ല ഇത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കഴിയുന്നത്ര വിധത്തിൽ പ്രായോഗികത വേണം. നിങ്ങൾ ഇവിടെ പറഞ്ഞ പ്രപ്പോസലിൽ ഒന്ന് സ്ട്രിക്ട്ലി അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഭാഗത്ത്. അത് ജില്ലാ കളക്ടർ വേണോ, പകരം വേറൊരാൾ വേണോ, കമ്മിറ്റി വേണോ, കമ്മിറ്റി എങ്ങനെ വേണം, ഇതൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. ആ ഡിസിഷനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റൂ. കാരണം ഇതിനൊന്നും നിയമം വേണ്ട, വെറും സ്റ്റാറ്റ്യൂട്ട് മാത്രം മതി. സ്റ്റാറ്റ്യൂട്ട് ഇറക്കണമെന്നൊരിക്കൽ ചീഫ് സെക്രട്ടറി തീരുമാനിച്ചത് നടക്കും. അതാ ഞാൻ പറഞ്ഞ പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് നമ്മളത് എത്ര ചർച്ച ചെയ്താലും ശരി, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനായിട്ടേ പോകൂ. പിന്നീട് മറ്റുള്ള നയപരമായ കാര്യങ്ങൾ അത് അതിൻ്റേതായ പ്രായോഗികത അനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടി വരും. നമുക്കിവിടെ വേണ്ടത്, നിങ്ങളുടെ ഈ സംരംഭത്തിൽ ഞാനതിനെ നന്നായിട്ട് ഉൾക്കൊള്ളുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെയൊക്കെ ഞാൻ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസനം, അതാണ് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത് എന്നാണ് എൻ്റെ ചിന്ത. ആ വികസനം വരുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ട് ഇതുപോലൊരു ചർച്ചയിൽ കുറച്ചാളുകൾ ഗംഭീരമാണ് എന്നൊക്കെ പറയുക, കുറച്ചാളുകൾ ഒട്ടും നടന്നില്ലേ എന്ന് പറയുക. ഞാൻ ഈ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ആളല്ല. മെറിറ്റോറിയസ് ആയിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ എന്നാണ് എൻ്റെ നിഗമനം. എൻ്റേത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിലുള്ള ഒരു ശരാശരി പൗരൻ്റെ ഒരു നിഗമനം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. അപ്പം ഞാൻ പറയുന്നു, നമ്മളുടെ നാട്ടിലെ ഇതുപോലുള്ള വികസന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ 1-2 സജഷൻസ് ഞാൻ വന്നതിന് ശേഷം കേട്ടത്, ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനിൽ മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ മോഹപ്രകടനങ്ങളാണ്. ഇന്നത് വന്നിരുന്നെങ്കിൽ എന്നുള്ളത് നമ്മളുടെ മോഹമാണ്. നമ്മളുടെ പുതിയ അവന്യൂസ് ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ മോഹമാണ്. ആ മോഹം എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും? അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടിയിലേക്ക് പോകാൻ കഴിയുന്നത് കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ആളുകളെ കൂടി ഇരുത്തി ചർച്ച ചെയ്ത് പ്രായോഗികത കൂടി നോക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ക്ലിയറൻസ് കൊടുക്കുന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഏറ്റവും അവസാനമായിട്ട് വന്നപ്പോൾ ഞാൻ അതിനകത്ത് MLA കൂടെ കയറുന്നത്, MLA എന്ന് പറഞ്ഞ ഒരു MLA അല്ല, 9 പേരില്ലേ, ഈ 9 പേരെ കൂടി നിർത്തിക്കൊണ്ട് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, അത് പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ളൊരു കാര്യം. ആ കാര്യത്തിൽ 9 MLA ആണെങ്കിൽ MP-മാരും കൂടെ ഉണ്ട്, 3 MP-മാരും കൂടെ ഉണ്ട്, 9 3 12 ഉണ്ട്. 12-ൻ്റെ കൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും വരില്ലേ, വൈസ് പ്രസിഡൻ്റെന്ന് ഞാൻ പറയുന്നില്ല, 12 1 13 ആയില്ലേ. അത്ര വന്നാൽ ആ സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധിപന്മാർ വരികയല്ലേ.
ഇപ്പോൾ കോട്ടയത്താണെന്ന് ഒരിക്കൽ കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ, അല്ലെ മറ്റേത് അപ്പോൾ അതൊരു +1 കൂടെ വരികയല്ലേ. അതല്ല വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ചെയർമാൻ. അപ്പോൾ നമ്മളുടെ ഒരു ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ആ ജനപ്രതിനിധികളുടെ ഒരാളിനെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒരാളിനെ ഒഴിവാക്കി അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടി എന്താ, ഞാൻ ആ നടപടിക്കകത്ത് ഉദ്യോഗസ്ഥന്മാരെ മാത്രം വെക്കുക, ഗവൺമെൻറ് ജനപ്രതിനിധികളെ അതിൽ വെക്കാതിരിക്കുക. ജനപ്രതിനിധികളെ വെച്ച് കഴിയുമ്പോൾ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ജനപ്രതിനിധികളെ വെച്ച് കഴിയുമ്പോൾ ഒരാളിനെ മാത്രമായി വെക്കാൻ കഴിയില്ല. അത് വരുമ്പോൾ അതിനെ അർഹിക്കുന്ന ആ പ്രദേശത്തെ എല്ലാ ജനപ്രതിനിധികൾക്കും ഇതിനകത്ത് ഉള്ളടക്കം ഉണ്ടാകണം. അതുണ്ടാകാനായിട്ടുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടായിരിക്കാം ഗവൺമെൻറ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് എന്ന് ഞാൻ കണക്കാക്കുന്നു. നിങ്ങൾ പറയുന്ന ജനപ്രതിനിധികളുടെ ജനങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടി അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള മാർഗമുണ്ടാകണം എന്ന് പറയുന്ന വാദഗതിയോട് ഞാൻ 100% യോജിക്കുകയും ചെയ്യാണ്. അതിനൊരു പ്രായോഗിക വശമുണ്ട്, അതേസമയം അതിൻ്റെ സ്വാഭാവികമായ നമ്മളുടെ ആഗ്രഹത്തിൻ്റെ ഒരു വശമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് നീരസം ഉണ്ടെന്ന് ഒരു അപ്പാടെ തട്ടിക്കളയും. അങ്ങനെ തട്ടിക്കളഞ്ഞാൽ എന്താ ചെയ്യുക? ആർക്കെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ കൊണ്ട് ഒരു പെറ്റീഷൻ കൊടുക്കുക, അവിടുന്ന് നേരെ കുഴപ്പത്തിലോട്ട് പോകുക. വാട്ടിലിവിടെ വെള്ള സംബന്ധമായ ഇൻഡസ്ട്രിയാണെന്ന് ഒരിക്കൽ നേരെ വാട്ടർ പൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുക, അവസാനം അതിനകത്ത് ചെക്ക് ചെയ്യുക, കോളിഫോം ബാക്ടീരിയ ഇത്ര ശതമാനമുണ്ട് എന്ന റിസൾട്ട് ഇങ്ങോട്ട് പറയുക, അതോടുകൂടി പണി തീരുക. അപ്പം ഞാൻ പറയുന്ന കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത ഏതെങ്കിലും ഒരു തുടം വെള്ളം നമുക്ക് ഈ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് എടുക്കാൻ പറ്റുമോ? ഓരോ നദിയിലെയും വെള്ളം എടുത്ത് നോക്കിയോളൂ, അതിനകത്തെ കോളിഫോം ബാക്ടീരിയ എൻ്റെ കയ്യിൽ ഏറെക്കുറെ ഒരു കണക്കൊക്കെ ഉണ്ട്. ആ കണക്കെല്ലാം ആണെന്ന് ഞാൻ വാദിക്കുന്നുമില്ല. പക്ഷേ ഉപദ്രവിക്കണമെന്ന് തീരുമാനിച്ചാൽ ഒത്തിരി ഉപദ്രവങ്ങൾക്കുള്ള പോസിബിലിറ്റീസ് ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മറക്കുന്നുമില്ല. അപ്പോൾ നമുക്കൊരു പ്രായോഗിക വശം നോക്കി ആ പ്രായോഗിക വശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫർദർ ചർച്ച കൂടി നടത്തി ഇതിൻ്റെ വിദഗ്ധന്മാരെ കൂടി ഇരുത്തി അവരുടെ മറുവശം എന്താണെന്ന് കേൾക്കണം. എന്നിട്ട് ഒരു നീതിന്യായത്തോടു കൂടി ഒരു തീരുമാനം നമുക്കെത്താൻ പറ്റിയാൽ അത് പ്രാക്ടിക്കലായിരിക്കും. അല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താ, ഒരു തീരുമാനം എടുക്കുന്നു, തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യുന്നു, കോടതിയിൽ പിന്നെയും കിടക്കുന്നു, അപ്പീൽ പോകും, സെക്കൻഡ് അപ്പീൽ പോകും, എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ കുളമാകുന്നു. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പ്രായോഗികത നോക്കി കൃത്യമായി നമ്മൾ എടുക്കുന്ന തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയത്തക്ക വിധത്തിൽ അത് വരണം. ഈ പറഞ്ഞ ഒപ്പീനിയനൊക്കെ ഒരു ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ ഞാനതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതേസമയം അതിൻ്റെ മറുവശം കൂടി നോക്കി പ്രായോഗികമായി നമുക്ക് എങ്ങനെ ഇത് നടപ്പാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തിൻ്റെ നികുതിനകത്ത് എനിക്ക് തോന്നുന്ന കോട്ടയത്ത് ഒരു 10-25 കൊല്ലക്കാലമായി കോട്ടയത്തൂടെ കടന്നു പോകാത്ത ഒരാളും ഈ സദസ്സിനകത്തില്ല. എല്ലാം പേഴ്സണലായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. അവരൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയാം. ഞാൻ പറയുമ്പോൾ ഫുട്പാത്ത് വേണം എന്ന് പറഞ്ഞു. ഫുട്പാത്ത് പണിയുന്നതിന് വേണ്ടി സ്ഥലം എടുത്തിട്ടും അവിടെ ഫുട്പാത്ത് പണിയാത്ത റോഡുകൾ നമ്മുടെ ഇവിടെ ഇല്ലേ? നോക്കിയാൽ നമ്മൾ ഒന്ന് ഉറക്കം വിളിച്ചാൽ പറഞ്ഞ് കേൾക്കുന്ന സ്ഥലത്ത് വരെ റോഡുണ്ട്, അവിടെ ഫുട്പാത്ത് പണിക്കുന്നുള്ള സ്ഥലവും ഉണ്ട്, പക്ഷേ ഫുട്പാത്ത് മാത്രമേ ഇല്ല. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യുന്നത്, എൻ്റെ വ്യക്തിപരമായി ദയവായിട്ട് എടുക്കരുത്, ഞാൻ വ്യക്തിപരമായിട്ടല്ല, MLA ആക്കി നിങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് MLA ഫണ്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസമോ വരികയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. ജനങ്ങൾക്ക് അവരുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ പൊതുവികാരത്തോട് സപ്പോർട്ടീവായിട്ട് നമ്മൾ ആ ഫണ്ട് കൂടി വിനിയോഗിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക. നമ്മുടെ ഈരക്കളവ് റോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ എല്ലാവരും 2 റോഡല്ലേ നമുക്കുണ്ടായിരുന്നുള്ളൂ, MC റോഡും KK റോഡും. MC റോഡും KK റോഡും തമ്മിൽ സന്ധിക്കുന്ന ഏക സ്ഥലം അന്ന് സെൻട്രൽ ജംഗ്ഷനാണ്. അതുകൊണ്ടാണ് സെൻട്രൽ ജംഗ്ഷൻ തന്നെ പേര് വന്നത്. ആ MC റോഡും KK റോഡും സത്യം പറഞ്ഞാൽ 2 റോഡിൽ നിന്ന് നമ്മൾ മാറിയില്ലേ? നമ്മൾ എവിടെയായിരുന്നു എന്ന് ആലോചിക്കണം, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കണം. നമ്മളായിരുന്ന സ്ഥലത്തു നിന്ന് കുറേ ദൂരം നമ്മൾ വന്നിട്ടുണ്ട്. പൂർണ്ണം എന്ന് ഞാൻ പറയുന്നില്ല, വികസന പ്രവർത്തനം പൂർണ്ണമെന്ന് ആർക്കും പറയാനും കഴിയില്ല. കാരണം ഇത് എവർ റോളിങ് ഐറ്റമാണ്.
ഇത്രയും 10 നമ്മൾ ചെന്ന് കഴിയുമ്പോൾ 2 കൂടെ വേണം എന്നുള്ള മോഹം ആളുകൾക്കുണ്ടാകും. ഈ 10-നകത്തു നിന്നും ഒരു പുതിയ വികസന പ്രവർത്തനത്തെക്കുറിച്ചുള്ള ആവശ്യം ഉണ്ടാകും. അതുകൊണ്ട് വികസന ആവശ്യമെന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ആർക്കും നിർത്താൻ കഴിയില്ല. അതങ്ങനെ മുന്നോട്ട് പോകും. അത് പക്ഷേ അതിനൊത്ത് പ്രായോഗികമായ വശം നോക്കി നമുക്കെല്ലാം ചെയ്ത്, ഞാനിവിടെ ആരും സംസാരിച്ച് കേട്ടില്ല. നമ്മുടെ ഈ MC റോഡിൽ ഏറ്റവും വലിയ ട്രാഫിക് കുരുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടിയില്ലേ? നമ്മുടെ മണിപ്പുഴ ജംഗ്ഷൻ മുതൽ മണിപ്പുഴ ഇവിടെ മനോരമ ജംഗ്ഷൻ മുതൽ താഴോട്ട് വന്ന് നമ്മളുടെ പാലം കടന്നു കഴിഞ്ഞ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മണിപ്പുഴ റോഡ് നമ്മുടെ ബൈപ്പാസ് വന്ന് നേരെ വന്ന് മുട്ടി നിൽക്കുന്നത് ആ ജംഗ്ഷനിൽ മണിപ്പുഴ ജംഗ്ഷൻ അല്ലേ? അവിടെ നിന്ന് 860 മീറ്റർ, 56 എന്ന് പറയണ്ട, എനിക്ക് കൃത്യം അറിയാം, 860 മീറ്റർ ഭൂമി കൂടി ഏറ്റെടുത്താൽ നേരെ കാക്കൂരോട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടുകയല്ലേ? ആ കാക്കൂർ കണക്ടിവിറ്റി കിട്ടിയാൽ സത്യം പറഞ്ഞാൽ കോട്ടയം മുതൽ ചിങ്ങവനം വരെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ? ആ രണ്ടായിട്ട് പോവുകയാണ്. ഇപ്പോൾ ലുലു കൂടി വന്നതോടുകൂടി അതിൻ്റെ പണിക്കൂടി അവരാരെങ്കിലും ഒരു ദിവസം ഒരു ഓഫർ ഇട്ടാൽ അത് നമ്മുടെ പണി പോക്കാം, നമുക്കതിലെ പോകാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ എന്താ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഇത് വേണം. ആ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് ഈ പറഞ്ഞത് നേരെ അങ്ങോട്ട് 860 മീറ്റർ കൂടെ നീട്ടിയാൽ മതി, ഒരു പ്രശ്നം തീർന്നു. നമ്മൾക്കൊരു പുതിയ റോഡാണ്, ഇത്തിരി വീതി കൂടിയുണ്ട് എങ്കിൽ കാക്കൂര് മുതൽ നമുക്ക് പാക്കൽ വഴി നേരെ ബോർബക്കവല ചെന്ന് ചിങ്ങമനത്തിൽ ചെന്ന് കയറും, ആ പ്രശ്നം അവസാനിക്കും. അതുപോലെ തന്നെ പോർട്ട് റോഡിൻ്റെ ഒരു ഇത് വന്നു. പടിഞ്ഞാറൻ ബൈപ്പാസ് അപ്പുറത്തൂടെ പുറകിൽ കൂടെ വരികയല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുമിച്ചൊക്കെ പോയി നോക്കിയതാണ് ഇതൊക്കെ. അപ്പോൾ പടിഞ്ഞാറൻ ബൈപ്പാസ് വരികയല്ലേ, ആ ബൈപ്പാസിനോട് കണക്ട് ചെയ്യാൻ പറ്റത്തക്ക വിധത്തിൽ ചിങ്ങമനത്തിൻ്റെ തൊട്ടപ്പുറത്ത് ആ വളവ് ഇങ്ങോട്ട് വരുന്ന വഴി നേരെ പാടത്തിൻ്റെ മധ്യത്തിലൂടെ റോഡെടുത്താൽ നമുക്ക് നേരെ വന്നു ചേരുന്നത് ഈ പോർട്ടിൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. 3 റോഡിൻ്റെ ഗുണമാണ് ഉണ്ടാകുക. ഒരു റോഡ് MC റോഡ്, 2ാം റോഡ് ഞാൻ നേരത്തെ പറഞ്ഞ MC റോഡിന് സമാന്തരമായിട്ടുള്ളത്, 3ാം റോഡ് നമ്മുടെ ഈ ബൈപ്പാസിലോട്ട് നമുക്ക് ചെന്ന് കയറാം. ഇപ്പോൾ ഓൾറെഡിയുള്ള പടിഞ്ഞാറൻ ബൈപ്പാസിലോട്ട് ഈ കുറിച്ചിയിൽ നിന്ന് വന്ന് ചേരാൻ പറ്റുന്ന നമ്മുടെ സെൻറ്റ് മേരീസ് ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ആ കോർണറിൽ നേരെ നീങ്ങിയാൽ 1 ഇഞ്ച് ഭൂമി പോലും നമുക്ക് അധികമായി കൊടുക്കാതെ നമുക്കതെല്ലാം ഏറ്റെടുത്ത് നമുക്ക് നല്ല റോഡാകില്ലേ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ ആ ഡെവലപ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം സഞ്ചരിക്കാനുള്ള സൗകര്യം തന്നെയാണ്. അത് വന്നു കഴിയുമ്പോൾ പുതിയൊരു പട്ടണം പോലെ ഉണ്ടാകും. നമ്മൾ ആദ്യം ഒരു റോഡല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷേ ആ റോഡിൻ്റെ സൗകര്യം വിനിയോഗിച്ച് പുതിയ കൺസ്ട്രക്ഷൻ വരും. ആ പുതിയ കൺസ്ട്രക്ഷൻ വരുമ്പോൾ നഗരം ഡെവലപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുകയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം, സമയത്തിൻ്റെ ചുരുക്കം കൊണ്ടാണ്. അച്ഛൻ 15 മിനിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് 16ാം മിനിറ്റിലേക്ക് കാല് കുത്താനും പറ്റില്ല. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഈ പറഞ്ഞ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ തന്നെ ദുഃഖിച്ചിട്ടുണ്ട്. ഈ നാടിനെക്കുറിച്ച് ഇത്രയും ആലോചിക്കുന്ന നമ്മുടെ സഹോദരന്മാർ എന്തുകൊണ്ട് ഇതിന് വേണം എന്നൊരു ശാപീശം ഉന്നയിക്കുന്നില്ല എന്ന് എൻ്റെ ദുഃഖം എനിക്ക് തോന്നിയിട്ടുണ്ട്. ആത്മദുഃഖം. ഞാൻ ആരോടും പരിഭവം പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം എനിക്കും ഇല്ല, ആളുകളെ ചെറുതാക്കുന്ന ഒരു സ്വഭാവം എൻ്റെ പണിയിൽപ്പെട്ടതുമല്ല. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിനകത്തൊക്കെ യോജിച്ച നടപടി ഉണ്ടാകണം. കേരളം പോലെയുള്ള സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഗവൺമെൻറ്റിൻ്റെ ചേഞ്ചാണ്. നമ്മളൊരു പദ്ധതി ഇട്ട് കഴിയുമ്പോൾ ആ പദ്ധതി പകുതിയാകുമ്പോഴേക്കും ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വരികയാണ്. ഇപ്രാവശ്യം തുടർ ഭരണം ഉണ്ടായി. അതുകൊണ്ട് ആ കുറ്റം ഇപ്രാവശ്യം മാത്രം ആ സെക്ടറിൽ മാത്രമില്ല. പക്ഷേ 5 കൊല്ലല്ലേ, 5 കൊല്ലം ഒരു ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യും. ഒരു ഗവൺമെൻറ് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവരെ കൊണ്ട് ആ കാലത്ത് ആവുന്ന ഭാവനയ്ക്കനുസരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്ത് മേളിലോട്ട് വന്നു കഴിയുമ്പോൾ ആ ഗവൺമെൻറ് പോകും, പുതിയ ഗവൺമെൻറ് വരും. അപ്പോൾ വരുന്ന ഗവൺമെൻറ്റിൻ്റെ പണി എന്താ? നേരത്തെ ഇരുന്നത് എങ്ങനെ താഴോട്ട് മാറ്റാൻ പറ്റും എന്നോ പുറകോട്ടെങ്ങനെ നടക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ 5 കൊല്ലം മുന്നോട്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നൊരു ഗവൺമെൻറ് ആ നടപടി തുടരുന്നില്ല എങ്കിൽ, തുടരുകയാണെങ്കിൽ നല്ലതാണ്. ആ വികസനത്തിൻ്റെ തുടർ പ്രവർത്തനം ഉണ്ടാകണം.
ആ തുടർ പ്രവർത്തനം ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ പുറകോട്ട് നടക്കുകയാണ്. അപ്പം മുമ്പോട്ടും പുറകോട്ടും നടന്നു പോയാൽ നമ്മൾ എവിടെ നിൽക്കും? നിന്നിടത്ത് തന്നെ നിൽക്കും. നമുക്കൊരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ചർച്ചയുടെ ഒരു ഭാഗമായി ഞാൻ പറയുന്നു, കോട്ടയം വികസനത്തിന് വേണ്ടി കോമൺ അജണ്ട ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ് ഏതെങ്കിലും വരട്ടെ, ഏത് ഗവൺമെൻറ് വന്നാലും ജനപ്രതിനിധികൾ അതിൻ്റെ തലപ്പത്തൊക്കെ ഉണ്ടാകുമല്ലോ. ഗവൺമെൻറ് ഏതായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ വികസന അജണ്ട കോമൺ അജണ്ട ഉണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകും. ആ കണ്ടിന്യൂറ്റി ഇല്ലാതെ പോയാൽ നമുക്ക് 5 കൊല്ലം കൊണ്ട് നമ്മൾ കിടക്കേണ്ടി വരും. അങ്ങനെ കിടക്കുന്നത് ശരിയാണോ? എനിക്ക് സത്യം പറയാം, എനിക്ക് ഏറ്റവും വലിയ ആത്മദുഃഖം ഉണ്ടായത് നമ്മുടെ ഈ ഇവിടെ കോടിമതിലൊരു പാലം പണി തീർന്നു, അപ്രോച്ച് റോഡില്ല. എത്ര കാലം കാത്തിരിക്കും? എനിക്ക് ആരും ആക്ഷേപമില്ല, ആക്ഷേപത്തിൻ്റെ ഒരു അംശം പോലും ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയും ചെയ്യരുത്. നമ്മൾ എത്ര കാലം നിൽക്കുക? അങ്ങനെയൊക്കെ നമുക്ക് അത് എന്താ ഒരു കോമൺ അജണ്ട വരാത്തതുകൊണ്ട് വേണം എന്നോടൊരു കൗണ്ടർ ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ട് അന്നത്തെ ഒരു കോമൺ അജണ്ടയെക്കുറിച്ച് ആലോചിക്കാതിരുന്നത്? ആ അനുഭവങ്ങൾ വന്നതുകൊണ്ട് ആ കോമൺ അജണ്ട വേണമെന്ന് ഇപ്പം എനിക്ക് തോന്നാൻ കാരണം. അത് വന്നാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരും. നമ്മളൊരു ഫാക്ടറിയുടെ കാര്യം എടുക്കും. ഒരു ഫാക്ടറി ഇവിടെ ഇത് ഉണ്ടാക്കി, നമ്മൾ ആ ഫാക്ടറി വിറ്റു. വേറൊരു ഉടമസ്ഥൻ വന്നു കഴിയുമ്പോൾ ആ ഫാക്ടറിക്കകത്തുള്ള 2 എക്സ്റ്റൻഷൻ അത് വേണ്ട എന്ന ആ പുതിയ ഉടമസ്ഥൻ തീരുമാനിച്ചെന്താവും? അതുപോലെ പോകും. അതിൻ്റെ നമ്മൾ ഇട്ട പദ്ധതിയായിരിക്കില്ല, പദ്ധതിയിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ പൊളിറ്റിക്സൊക്കെ വേറെ വശം. ഞങ്ങൾ 3 രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ വിളിച്ചു, അത് നല്ലത്. പക്ഷേ പൊളിറ്റിക്സ് രണ്ടാമത്തതാണ്, നാടാണ് ഒന്നാമത്തെ കാര്യം. നാടിൻ്റെ പ്രശ്നമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആ നാട്ടിൽ വേണമെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള വികസന ദൃശ്യം നമുക്കുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ വിഴിഞ്ഞ പ്രോജക്റ്റ് വന്ന് ഒപ്പിട്ടതാരാ അറിയാമല്ലോ. പക്ഷേ പുതിയ ഗവൺമെൻറ് വന്നു, ആ ഗവൺമെൻറ് അത് മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ആ ഗവൺമെൻറ് 2 ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാം. 1ാം ഗവൺമെൻറ് ഞാൻ അംഗമായിരുന്നു, 2ാമത്തെ ഗവൺമെൻറ്റും അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. കണ്ടിന്യൂറ്റി ഇല്ലാതെ പോയാലോ, ആദ്യത്തെ ഗവൺമെൻറ് കൊണ്ടുവന്നോ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളതിനെ താഴോട്ട് കൊണ്ടുപോയി ഇത് അറബിക്കടലിൽ കിടക്കട്ടെ എന്ന് തീരുമാനം എടുത്താലോ എവിടെ പോയി നിൽക്കും? അപ്പം ഞാൻ പറയുന്നത് ഈ വലിയ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഇവിടെ സത്യം പറഞ്ഞാൽ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നു എന്ന് എൻ്റെ മനസ്സുകൊണ്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. വാട്ടർ മെട്രോ യഥാർത്ഥത്തിൽ കൊച്ചിക്ക് വേണ്ടി മാത്രം കൺഫൈൻഡായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ജർമ്മൻ ബാങ്കിൽ നിന്ന് കേരള സംസ്ഥാനമാണ് പണമെടുത്തിരിക്കുന്നത്. ആ പണത്തിൻ്റെ തിരിച്ചടവ് നമ്മളുടെ ടാക്സിനകത്ത് നിന്ന്, നമ്മുടെ ബജറ്റിൽ വന്നിട്ടുള്ള തുകയ്ക്കകത്ത് നിന്നാണ് തിരിച്ചടവ് വരുന്നത്. അപ്പോൾ നമ്മളതൊരു 3 ദ്വീപിൻ്റെ ഡെവലപ്മെൻറ്റായി നിൽക്കാമോ? അവിടെ നിന്നുകൊണ്ട് ആ ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ കൊടുങ്ങല്ലൂരിലേക്ക് പോകരുതോ? ചരിത്രത്തിൻ്റെ ഒരു ഭാഗം കിടക്കുന്നത് കൊടുങ്ങല്ലൂരല്ലേ? കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയതിന് ശേഷമാണ് മിഷണറിമാർ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയത് എന്ന് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? കൊടുങ്ങല്ലൂർ മാത്രമല്ലല്ലോ, അതിൻ്റെ ഇടത്തോട്ട് പോയാൽ അവിടെ നിന്ന് വന്നാൽ ആലപ്പുഴയുടെ ഡെവലപ്മെൻറ്റ് പറ്റില്ലേ? ആലപ്പുഴ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ കനാൽ ടൂറിസം വലിയൊരു പ്രധാനപ്പെട്ട ഇനമല്ലേ? എന്തുകൊണ്ട് അത് വെള്ളം കയറാനും ഇറങ്ങാനും വേലിയേറ്റവും വേലിയിറക്കവും ഒരുപോലെ നമുക്കതൊരു മെക്കാനിസം പോലെ നടക്കുകയും ചെയ്താൽ അവർക്കും ഡെവലപ്മെൻ്റ് അല്ലേ? അത് മുന്നോട്ട് വന്നാൽ നമ്മുടെ ഈ കൊമരകത്തും വരില്ലേ? അപ്പം നമ്മളുടെ ഈ പ്രദേശത്ത് ഇത് വാട്ടർ മെട്രോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പണം ഉപയോഗിച്ചെടുക്കുന്നതാണ്. ആ പണം മാക്സിമം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യണം. അത് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടി ആ വാട്ടർ മെട്രോ ഇങ്ങോട്ട് വന്നാൽ നമുക്കുള്ള ഗുണം എന്താ? നമ്മളുടെ ഈ പോർട്ടുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ഡ്രൈ പോർട്ടല്ലേ? ഈ പോർട്ടുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയല്ലേ? അത് ചെയ്യുന്നതോടുകൂടി കോട്ടയത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ പുതിയ മുഖം നമുക്ക് കാണാൻ പറ്റിയല്ലേ? അപ്പോൾ അതുപോലുള്ള പ്രായോഗികമായ നടപടികൾ. വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, ആ എഗ്രിമെൻറ്റിനകത്ത് ഒപ്പിട്ടതിൽ ഒരാൾ ശ്രീ ഉമ്മൻചാണ്ടിയാണ്, അതിൻ്റെ സാക്ഷിപത്രത്തിൽ നിന്ന ഒരാൾ ഞാനുമാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ കാലമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയേയില്ല. കാരണം വിദേശ ബാങ്കുമായിട്ടുള്ള എഗ്രിമെൻ്റാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പെർമിഷനോട് കൂടിയാണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേരള സംസ്ഥാന ഗവൺമെൻറ്റിനെ അനുവദിച്ചതിന് ശേഷം നടന്നു. ആ വാട്ടർ മെട്രോ ഇപ്പോഴത്തെ ഗവൺമെൻറ് തുടരുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, വികസനം പെർഫെക്ച്വാലിറ്റി ഉണ്ടാകണം.
വികസനത്തിന് കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ആ കണ്ടിന്യൂറ്റി ഇതുപോലുള്ള കാര്യത്തിൽ പൊതു അഭിപ്രായം വരണം. ആ അഭിപ്രായം വന്നാൽ നമ്മുടെ നാടിന് ഇന്നുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്ന് മാറി സ്മൂത്ത് ജമ്പിങ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമ്മളുടെ കോട്ടയം മാത്രമായിട്ട് നോക്കുമ്പോൾ കോട്ടയത്തെ ടൂറിസം പൊട്ടൻഷ്യൽ ചെറുതാണോ? കോട്ടയത്തെ ടൂറിസം പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുമ്പോൾ കോട്ടയം പട്ടണം മാത്രമല്ല, കുമരകം അതിനകത്ത് കണക്റ്റഡ് അല്ലേ? അതും എല്ലാം കൂടി സമീപമായി വെച്ചോ. അച്ഛൻ എന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുമുണ്ട്, എന്നാൽ നിരുത്സാഹപ്പെടുത്തുന്നുമുണ്ട്. എന്നെ വിളിച്ച ഡേറ്റ് ഫിക്സ് ചെയ്ത് എന്നോട് ചോദിച്ചിട്ടല്ല, നിങ്ങൾ വെച്ച ഡേറ്റിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഓടിയിട്ട് എത്താൻ പറ്റാത്ത രൂപത്തിലായിപ്പോയി. അതുകൊണ്ടാണ് ഇത്തിരി വൈകി വന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വൈകി വന്നതിന് ഞാനൊരു മാപ്പ് ചോദിക്കുന്നു, പെട്ടെന്ന് പോകുന്നതിൽ ഡബിൾ മാപ്പ് ചോദിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഭംഗിയായി പോയിക്കോട്ടെ. ആയിക്കോട്ടെ, ശരി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. നല്ല കാര്യമാണ്. കോൺസ്റ്റിറ്റ്യുവൻസിയെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. പ്രത്യേകിച്ച് എല്ലാവരും അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടും നമുക്കിത് വലിയ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും വളരെയധികം പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായിട്ട് ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക. ഇതിന് ശേഷമാണെങ്കിലും ഇത് തന്നെ നമുക്ക് ചെയ്യാനായിട്ടും തുടർന്ന് അതിൻ്റെ ഡേറ്റ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാം. ഓക്കെ, ഞാനിപ്പോൾ അനിൽകുമാർ സാറ് അതിന് മറുപടി പറയാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. ഇത്രയും നേരം പറഞ്ഞ ആളുകൾ പറഞ്ഞ റെസ്പോൺസിനെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മറുപടി പറയാനായിട്ട് പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ കൈകെട്ടിയിരിക്കുകയും നിങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കുകയും അതിന് നിങ്ങൾ പറയുന്നതിന് എന്താണോ പ്രതികരണം ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് പറയാനിരിക്കുകയും ചെയ്ത് ഞങ്ങളാണ് ഏറ്റവും വലിയ കുറ്റവാളികൾ. ഞങ്ങൾ എന്തോ കുഴപ്പം ചെയ്തു. എന്നിട്ട് ഒരു വാക്ക് മുഖാമുഖം എന്ന നിലയ്ക്ക് മീറ്റ് ദി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തർക്കിക്കണം. ഇവിടെ എന്താണ് കോട്ടയത്ത് വികസനം നടന്നത്, കൊടുങ്ങല്ലൂരിലേക്ക് മെട്രോ ഓടിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. നിങ്ങൾ ഈ ആലപ്പുഴയ്ക്ക് പോകുന്ന ബോട്ട് പോകുന്നത് ചുങ്കത്തുമുപ്പത് പാലം അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആലപ്പുഴയ്ക്ക് ബോട്ട് പോകുകയില്ല. അവിടെയാണ് കൊടുങ്ങല്ലൂർ ബോട്ട് പോകുന്ന കാര്യം ചർച്ച ചെയ്തത്. നമ്മൾ ഒരു മനസാക്ഷി എന്നൊരു സാധനം വേണ്ടേ? ഈ കോടിമത പാലം 10 കൊല്ലം മുമ്പ് പണി ആരംഭിച്ച് അവിടെ 3 വീട്ടുകാർ താമസിക്കുന്നുണ്ടായിരുന്നു. ആ താമസിക്കുന്ന വീട്ടുകാരെ ഒഴിപ്പിക്കാതെ അത് കരാറുകാരന് കൊടുത്ത് പണി പകുതിയായപ്പം ഈ വീട് ഒഴിയാതെ വന്നുകൊണ്ട് 18 മാസം കഴിഞ്ഞപ്പോൾ അതിലിട്ടേച്ച് പോയി. ഇപ്പോൾ 12 കോടി രൂപ മുടക്കി അത് പണി പൂർത്തീകരിക്കുന്നു. ഈ 12 കോടി രൂപ അധികം ചെലവഴിച്ചത് ആരാ? കേരള സർക്കാരാണ്. സർക്കാർ മാറിയതുകൊണ്ടാണോ? ഈ കോടിമതയിലെ 3 വീട്ടുകാരെ ഒഴിപ്പിക്കാതെ പണി തുടങ്ങി എന്തിനാ? ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ആകാശപാതയുടെ കാര്യം പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് മിണ്ടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷെ ഒറ്റ ചോദ്യമേ ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് വെച്ച് മുകളിലേക്ക് കയറ്റുമെന്നാണ്. എവിടെ ലിഫ്റ്റ് വെക്കുമെന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കുമെന്ന് ഭയപ്പെട്ടാണ് പോയത്. സങ്കടമുള്ള കാര്യമാണ്. ഞാനിതൊന്നും പറയില്ലായിരുന്നു. സർക്കാർ എന്തോ തെറ്റായി ചെയ്തു, ഭരണം മാറിയുകൊണ്ട് എന്നിവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കേരളത്തിലെ LDF സർക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തു? കഞ്ഞിക്കുഴി ഫ്ലൈ ഓവറിന് ഒരു വെള്ളി അനുവദിച്ചതിൻ്റെ ഒരു കടലാസ് ഈ യോഗത്തിൽ ചോദിച്ചിരുന്നു. പറഞ്ഞാൽ ഞാൻ ചോദിച്ചേരാം. കഞ്ഞിക്കുഴി ഫ്ലൈ ഓവറിനെ കുറിച്ച് കേട്ടോ? കേൾക്കുകയില്ല. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുക. ചിങ്ങമരത്തെ ഒരു സ്പോർട്സ് കോംപ്ലക്സിന് കല്ലിട്ടു. അങ്ങനൊരു പദ്ധതിക്ക് അനുവാദമില്ല. ഇത് 15 കൊല്ലമായി കോട്ടയത്തെ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ചോദിക്കാൻ മനുഷ്യന് അവകാശം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മീറ്റ് ദി കാൻഡിഡേറ്റ് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം താമസിച്ചു വന്നതും നേരത്തെ പോയതും. ഞാൻ കുറ്റപ്പെടുത്താനല്ല. ഞങ്ങളാരും ഒരു കാര്യം പറയാം. ഞാൻ 48 കൊല്ലമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്. ദൈവരിക്കുന്ന അവറാച്ചനൊക്കെ അറിയാം. 1978 കുറുപ്പിൻ്റെ ജൂനിയറായിട്ട് CMS കോളേജ് വന്നതാണ്. നമ്മളും എത്രയോ കാലത്തെ ബന്ധമുണ്ട്.
നിർഭയമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഹരികുമാറും നിർഭയമായി നിൽക്കുന്ന ആളാണ്. ഞങ്ങളൊന്നും ഒരു ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി പോകില്ല എന്ന കാര്യം മാത്രം ഞാൻ ഈ വേദിയിൽ നിങ്ങളുടെ കൈകൂപ്പി പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ള ഒരു മറുപടി. ഇവിടെ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ പറഞ്ഞു. അത് വളരെ ഗൗരവമായി ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ടും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എക്സ്പോർട്ട് സംവിധാനത്തിൽ വരുമ്പോൾ അത് ലോജിസ്റ്റിക് ഹബ്ബായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും വന്ന നിർദ്ദേശം സ്വീകാര്യമാണ്. അത് വിഴിഞ്ഞെന്ന് പറയുന്നൊരു ട്രയാങ്കിളായിട്ട് നമ്മളറിയാം. ഇപ്പോൾ തമിഴ്നാടുമായി ബന്ധപ്പെടുത്തിയാണ് ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കത് കോട്ടയുമായി ബന്ധപ്പെടുത്താം. അതിന് കാരണം എരുമേലി വിമാനത്താവളം വരുന്നു. എരുമേലി വിമാനത്താവളവും ശബരി റെയിൽവേയും വന്നാൽ കോട്ടയം എന്ന് പറയുന്നത് എരുമേലി വിമാനത്താവളത്തിൻ്റെ ഒരു ലിങ്കാണ്. കിബി പണം അനുഭവിച്ചു കഴിഞ്ഞു. 4200 കോടി രൂപ എരുമേലി വിമാനത്താവളത്തിന്, 1900 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ പകുതി, ബാക്കി കേരളം. അങ്ങനെ 3500 കോടി രൂപയുടെ ശബരി റെയിൽവേ. ഇതൊരു വികസനം എന്ന് പറഞ്ഞാൽ ഈ വികസന കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. അതിന് അനുവദിക്കപ്പെട്ട പണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേന്ദ്രത്തിൻ്റെ പകുതിയും പങ്കുണ്ട്. നമുക്കങ്ങനെയാണ് അത് സാധിക്കുക. ലൂർദ് ഫൊറാന പള്ളിയുടെ പകുതി പറഞ്ഞത് നല്ല കാര്യമാണ്. ഞാൻ ലൂർദുകാരോട് വേറൊരു കാര്യം പറയുകയാണ്. കേരളത്തിലെ ഏറ്റവും സുന്ദരമായൊരു കാഴ്ച മണിപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ പള്ളിയുടെ താഴികക്കൂടം കാണുന്നതാണ്. എന്തൊരു സുന്ദരമായ കാഴ്ചയാണ്. നമുക്ക് ബദൽ പാതകൾ വരുന്ന വഴികൾ അതൊക്കെയാണ് സാധിക്കാം. അതിന് തക്കവണ്ണം നമുക്ക് അത്തരം കാര്യങ്ങളിൽ നിശ്ചയമായി ഈ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തന്നെ പറഞ്ഞതാണ്. അല്ലാണ്ട് ഇത് തുറന്ന് ജനങ്ങളോട് സംവദിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, സൂക്ഷ്മ വ്യവസായങ്ങളെക്കുറിച്ച് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. അത് നമ്മുടെ പ്രകടന പത്രികയിൽ തന്നെ ഉൾപ്പെടുത്തുന്ന കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നുള്ളത് കാര്യം പ്രധാനപ്പെട്ടതാണ്. ബിനോയ് പറഞ്ഞ വിഷമില്ലാത്ത പച്ചക്കറി, അതിലിപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മിത്രകീടങ്ങളെ ഡെവലപ്പ് ചെയ്ത് വിഷമില്ലാത്തതിനെക്കുറിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ ടെക്നോളജി വന്നു. മാത്രമല്ല ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ ഈ വിഷം തളിക്കുമ്പോൾ അമിത വിഷം പോകാതിരിക്കുന്ന പദ്ധതികൾ വന്നു. നമുക്ക് അത്തരം രംഗങ്ങളിൽ ചില നീക്കങ്ങളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന്, റബ്ബർ പാർക്ക് വന്ന പോലെ പുതിയ സംവിധാനങ്ങൾ വേണം, ഇൻഡസ്ട്രിയൽ പാർക്ക് വേണം എന്നുള്ളത് സ്വീകാര്യമായ കാര്യമാണ്. അത് നമുക്ക് ശ്രമിക്കാവുന്ന കാര്യമാണ്. കോട്ടയത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക ഇടം, പൊതുവിടം, നൈറ്റ് ലൈഫ്, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് വളരെ ഗൗരവമായ നിലയിൽ നമ്മൾ ബ്രാൻഡ് ചെയ്യുമെന്നുള്ള നിർദ്ദേശം സ്വീകാര്യമാണ്. സ്പോർട്സിന് ടെന്നീസ് മാത്രമാണ് പറഞ്ഞതെങ്കിലും ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ സ്റ്റേഡിയം ആയിട്ട് ചെറിയ പരിമിതപ്പെട്ടിരിക്കുകയാണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് നമുക്ക് ടേക്കപ്പ് ചെയ്യുന്നതാണെന്ന് ഈ യോഗത്തിൽ പറയുകയാണ്. പിന്നെ ഇതിൽ വരാത്തൊരു കാര്യം ജിമ്മുകളാണ്. ധാരാളം ജിമ്മുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമായി കാണാം. മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിച്ച പോലെ ലോജിസ്റ്റിക് ഹബ്ബായി മാറ്റുന്ന പ്രവർത്തനത്തിൽ അധിക സ്ഥലം വേണം തുടങ്ങിയ കാര്യങ്ങൾ. അത് സ്വാഭാവികമായും വിഴിഞ്ഞത്തിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ കോട്ടയം പോർട്ട് എന്ന് പറയുന്നതിൻ്റെ സാധ്യതയാണ്. ആദ്യം പോർട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ കളിയാക്കിയൊരു സമൂഹമാണുള്ളത്. ഇപ്പം അതല്ല, കോട്ടയം പോർട്ട് യാഥാർത്ഥ്യമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് തുടർ സർക്കാർ എടുക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, ഉദ്യോഗസ്ഥരാജിനെക്കുറിച്ചും പഞ്ചായത്തിലെ പ്രവർത്തനത്തെക്കുറിച്ചും ദിലീപ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇപ്പോൾ കുറേ നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാലും അമിതാധികാരം പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉന്നയിക്കപ്പെട്ട വിഷയത്തെ പിന്നെ അഴിമതി കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ഓൺലൈൻ വന്നു, അഴിമതി കുറഞ്ഞു. കുറച്ചുകൂടി മുഖ്യമന്ത്രി ഇന്നലെ ഏഷ്യാനെറ്റിലും പറഞ്ഞല്ലോ, 100% അഴിമതി ഇല്ലാതാക്കാനായിട്ടില്ല എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. പൂവന്തുരുത്തിലെ കാര്യം, അവിടെ 10 കോടി രൂപയുടെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. അത് ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ സപ്പോർട്ടിംഗ് പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അത് ശ്രദ്ധിക്കുന്നതാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ പരിധിയിലല്ലെന്ന് തോന്നുന്നു. എബി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് എബി പോയി, അദ്ദേഹത്തോടൊപ്പം പോയി. ഓക്കെ. അതുപോലെ തന്നെ വയോജനം, കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു വയോജന നയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വയോജന കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വയോജന പോളിസി ഉണ്ടാകും. അപ്പോൾ ഇവിടെ റോട്ടറി ക്ലബ്ബിലെ ശ്രീ ലാല് പറഞ്ഞ കാര്യം വളരെ സ്വീകാര്യമാണ്. അതിന് വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊക്കെ ഡൈ അടിക്കുന്നതുകൊണ്ടാണല്ലോ പലരും പ്രായമൊക്കെ മൂടി വരുന്നത്. സത്യമായ കാര്യം. അച്ഛൻ റിയലി ഞാൻ ഡൈ അടിച്ചിട്ടാണ് വന്നത്. ഞാൻ കൺവെൻഷൻ അന്ന് ഡൈ അടിച്ചിട്ട് വരാവുള്ളൂ എന്ന് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. സത്യമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വെൽനസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വെൽനസ് റെവല്യൂഷൻ വേണം. ആ വാക്ക് ആദ്യമായി പറഞ്ഞ ശ്രീ ലാലിനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് അങ്ങനെ ഒരു വാക്ക് കിട്ടിയില്ല.
വിപ്ലവം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഈ ഒരു കാര്യം ഇപ്പോൾ കിട്ടി. നമ്മളത് സ്പാർക്കാണ്, പിടിക്കാം. വെൽനസ് എക്കോണമി, അത് ദാറ്റ് ഈസ് ഹാപ്പിനെസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ വെൽനസ് റെവല്യൂഷൻ എന്നുള്ളത് റെവല്യൂഷൻ ആയിട്ട് ചാടി പിടിച്ചതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കോട്ടയത്തെ ഫുട്പാത്തുകളുടെ കാര്യം ഉന്നയിക്കപ്പെട്ടു. അതിലും നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. പിന്നെ കോട്ടയത്തെ ബസ് സ്റ്റാൻഡുകളുടെ കാര്യം പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ചിന്തയുണ്ട്, നമുക്കൊരു സാധ്യതയുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തത വരുത്താം. കേരളത്തിന് പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് കേരളത്തിലുള്ള മാറ്റങ്ങൾ കാണാം. നമുക്ക് ഒരവസരം തന്നാൽ മാറ്റാനാകും എന്ന നിറഞ്ഞ പ്രതീക്ഷയാണ് ഈ നാട്ടിലൊരു പൊതുപ്രവർത്തകനുള്ളത്. നന്ദി. തീർച്ചയായും ഇവിടെ പറഞ്ഞ പ്രസക്തമായ കാര്യങ്ങൾ 1-2 പോയിന്റുകൾ മാത്രം. ഒന്ന്, ഞാനും കളക്ട്രേറ്റ് ഭാഗത്തെ മുനിസിപ്പൽ കൗൺസിലർ എന്നുള്ള നിലയിൽ കഞ്ഞിക്കുഴിയുടെ ട്രാഫിക് ജാം അതെല്ലാ ദിവസവും അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ പദ്ധതിയിൽപ്പെടുത്തു. ഒരിക്കൽ എനിക്കൊന്ന് 10 വർഷം മുമ്പ് പരിശുദ്ധ കാതോലിക്ക ബാവ പോലും അവിടെയുള്ള ഓർത്തഡോക്സ് സഭയുടെ ആ ഒരു ചെറിയ പള്ളി അത് മാറ്റിത്തരാമെന്ന് അന്ന് സഭാ നേതൃത്വം സമ്മതിച്ചതാണ്. പക്ഷെ ആ സമയത്ത് അധികാരികൾ കാരണം സഭ പോലും ആ കാര്യത്തോട്, കാരണം പോകുന്ന അവസരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മിനാരമാണ്, പക്ഷെ അത് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഇനി പിന്നീട് പുനർവിചിന്തനം വരുമ്പം പല ഭാഗത്തു നിന്ന് അതിന് പല അഭിപ്രായങ്ങളും ഒക്കെ വരും. പക്ഷെ അന്നത്തെ കാതോലിക്ക ബാവ വളരെ വ്യക്തമായി കഞ്ഞിക്കുഴിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ആ ചെറിയ നടുക്കിരിക്കുന്ന പള്ളി പൊളിച്ച് ഒരു വശത്തോട്ട് മാറ്റാം എന്ന് സമ്മതിച്ചതാണ്. പക്ഷേ അന്നിരുന്ന ആരും തന്നെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. വളരെ പോസിറ്റീവായിട്ട് കഞ്ഞിക്കുഴിയുടെ വികസനത്തെക്കുറിച്ചിട്ടുള്ള തീർച്ചയായും ഞങ്ങളുടെ പദ്ധതിയിൽ പെടുത്തുന്നുണ്ടാകാം. അതുപോലെ ഉദ്യോഗസ്ഥരാജിനെ സംബന്ധിച്ച് എല്ലാവരും ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളും അനുഭവിക്കുന്ന വളരെ വലിയൊരു കാര്യമാണ്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ കെ സ്മാർട്ടൊക്കെ ആയിട്ടുണ്ട് എന്ന് വരികിലും ഈ കെ സ്മാർട്ടിൽ പോലും ഒരു ഫയല് അത് മുന്നോട്ട് പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ അവർക്കുണ്ട്. പല ടേബിളുകളിലും ഇത് കൃത്യമായി എത്തത്തക്ക രീതിയിൽ നമുക്കറിയാം. ഇപ്പം കെ സ്മാർട്ടിൽ പഠിച്ച ആളുകൾ നമ്മുടെ ഫയൽ ആരുടെ ഏത് ടേബിളിലാണ് എന്നറിയാനായിട്ട് ഓൺലൈനിൽ മൊബൈലിൽ കൂടി അറിയാവുന്ന സംവിധാനമായിട്ടുണ്ട്. പക്ഷെ എന്ന് വരികിൽ കൂടി അതും അവിടെ സ്റ്റോപ്പാക്കി നിർത്താനായിട്ട് കഴിയുന്ന വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് നഗരസഭയടക്കം അതുപോലെ തന്നെ റവന്യൂ വിഭാഗം അടക്കം വില്ലേജ് ഓഫീസുകൾക്കടക്കം ഉണ്ട്. അതിനൊക്കെ എനിക്ക് തോന്നുന്നു ട്രേഡ് യൂണിയനുകൾ ഒരു പരിധി വരെ ഞങ്ങൾ അതിനകത്ത് ഇടപെടുമ്പോൾ മറുവശത്ത് ഇവരെ കാക്കുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പ്രിയപ്പെട്ട ലാൽ പറഞ്ഞത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറയാം. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഞാനിപ്പോൾ പുതിയ ഈരയിൽക്കടവ് വാർഡിൻ്റെ ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ചിന്താശകലം എൻ്റെ മനസ്സിലുണ്ടാവുകയും ഈ കഴിഞ്ഞ നഗരസഭയുടെ ബഡ്ജറ്റ് പ്രൊജക്റ്റിൽ നമ്മുടെ ഈരയിൽക്കടവ് പാലത്തിൻ്റെ അടിഭാഗം ഞാൻ പ്രതിനിധിക്കുന്ന പുതിയ വാർഡിൻ്റെ ഭാഗമാണ്. അവിടെ വൃദ്ധർക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ജിം പദ്ധതിയിൽപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന 2026 തന്നെ ഞങ്ങൾ കാരണം അത് ആ പാലത്തിൻ്റെ അടിയിൽ സ്ഥലമുണ്ട്. 13 സെൻറ്റ് സ്ഥലം നഗരസഭയുടെയാണ്. പക്ഷെ ഇതൊക്കെ പലർക്കും അറിയില്ല. കാരണം അത് AVG ഇപ്പോൾ അവരുടെ പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ രാത്രിയാവുമ്പോഴേക്കും ആൺകുട്ടികളുടെയും വളരെ സാമൂഹ്യ വിരുദ്ധരുടെ സ്പേസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു 20 സെൻറ്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കോട്ടയം നഗരത്തിലെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി മാത്രമായിട്ട് ഞങ്ങളൊരു പദ്ധതിയിൽ പെടുത്തിയിട്ടുണ്ട്. 2026 അത് പ്രായോഗിക തലത്തിൽ വരുത്തും. ബാക്കി നിങ്ങൾ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ശ്രമിക്കാം. നന്ദി, നമസ്കാരം. നമ്മുടെ മീറ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം 2 പാർട്ടികളുടെ ആളുകൾ വന്നു, തിരുവഞ്ചൻ സാർ വന്നു, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. എന്നാലും എല്ലാവർക്കും ഇതാണ് യഥാർത്ഥമായിട്ട് ഒരു നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മീറ്റ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ അറിയിക്കാനായിട്ടാണ് വളരെ താല്പര്യത്തോട് ഇത്ര നേരം ഞങ്ങളോടൊത്ത് വന്നതും. ഇതാണ് ഞങ്ങൾക്കുമുള്ള മീറ്റ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എല്ലാവിധ നന്ദിയും ഞങ്ങളുടെ സ്നേഹവും ഞങ്ങൾ യഥാർത്ഥമായിട്ട് പറയുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് ഫാദർ അബ്രഹാം മുളമൂട്ടിൽ, സെക്രട്ടറി ജോർജ് മാത്യു വാച്ചാപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ടോം സി വടയിൽ, അതുപോലെ നമ്മുടെ പ്രിയ സ്ഥാനാർത്ഥികൾ അനിൽകുമാർ സാറ്, ഹരിമാർ സാർ, അതുപോലെ തിരുവഞ്ചോ സാറ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ വന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം പറഞ്ഞ് തുടങ്ങട്ടെ. നമ്മുടെ പല രാജ്യങ്ങളിലും നടക്കുന്ന കാര്യമാത്ര പ്രസക്തമായ ഇത്തരം ചർച്ചകൾ കേരളത്തിൽ തുടർന്ന് ഒരു വലിയ തുടക്കമാവട്ടെ ഇതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അതുപോലെ നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ വ്യവസായികൾ, അതുപോലെ കർഷകർ, അതുപോലെ വ്യാപാരികൾ, ഇവരുടെയൊക്കെ ഈ ഒരു പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ഒരു 10-11 സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മളെ വ്യവസായികൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇത്രയും ഒരു ഭാവി MLA മുമ്പിൽ ഇത്ര വ്യക്തമായിട്ട് അവതരിപ്പിക്കാനായിട്ട് നമ്മളെപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. നമ്മുടെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികൾക്കും ഒരു വ്യവസായ റാങ്കിങ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എത്ര വ്യവസായങ്ങൾ തുടങ്ങി, എത്ര എണ്ണം പൂട്ടി, എപ്പം നടക്കുന്നുണ്ട്, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിക്കും അത്രയൊരു റാങ്കിങ് ഉണ്ടെങ്കിൽ ശരിക്കും നമുക്കൊന്ന് എവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത് പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വെറുതെ കിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, റബ്ബർ തോട്ടങ്ങളുണ്ട്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ പോലെ വരേണ്ടതുണ്ട്. നമ്മുടെ യങ് ജനറേഷന് നമുക്ക് തൊഴിൽ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ മറ്റ് പ്രശ്നങ്ങൾ, നമ്മുടെ തൊഴിലാളി പ്രശ്നങ്ങൾ പലതും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഞാൻ നോക്കുകൂലി ഇപ്പോഴും പ്രലവൻ്റാണ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പോളി ഹൗസുകളും ഒക്കെ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി അബൌട്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റട്ടെ എന്ന് പുതിയ ഗവൺമെൻറ് വരുന്ന ആർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് എത്തിച്ചേർന്ന JCI, ബിൽഡേഴ്സ് അസോസിയേഷൻ, ട്രാമ, BNI, CII, KSSIA, ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, സിറ്റിസൺ ക്ലബ്ബ്, ടെന്നീസ് അസോസിയേഷൻ ഓഫ് കോട്ടയം ഡിസ്ട്രിക്റ്റ്, ലൂർദ് ചർച്ചിലെ മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഇന്ന് മീഡിയ കവർ ചെയ്ത നമ്മുടെ മീഡിയ വില്ലേജ്, സർഗക്ഷേത്ര, പാല മീഡിയ, ഇവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.